ബസ് സ്റ്റാൻഡ് ആകെ ബഹളമാണ്. ഒരുപാട് ബസ്സുകൾ നിരന്നു കിടപ്പുണ്ട്. ബസ് ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ശബ്ദങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ സ്വന്തം ബസ്സിലേക്ക് വിളിച്ചു കയറ്റുന്ന തിരക്കിലാണവർ. കുറച്ചു പേർ ബസ്സിൽ നിന്നിറങ്ങുന്നുണ്ട്. ചിലർ ടിക്കറ്റ് വാങ്ങി അവരുടെ യാത്ര ആരംഭിക്കുന്നു. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ഭാഗ്യശ്രീ നേരെ നടന്നു നീങ്ങിയത് സ്റ്റാൻഡിനകത്തേക്കാണ്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടു പാലക്കാട് എന്ന് ബോർഡ് എഴുതിയിരിക്കുന്ന ബസ്. വേഗം ചെന്ന് ബസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറി നിന്നുകൊണ്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഭാഗ്യം, കുറച്ച് സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവൾ വേഗം ചെന്ന് ഒഴിഞ്ഞുകിടക്കുന്ന 2 സീറ്റിലെ വിൻഡോ സീറ്റ് തന്നെ പിടിച്ചു. തോളിലിട്ടിരിക്കുന്ന ബാഗ് അഴിച്ച് മടിയിൽ വെച്ചു. പുറത്തേക്ക് നോക്കുമ്പോൾ ആകെ ബഹളമാണ്. അതുകൊണ്ട് തന്നെ അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവളുടെ അടുത്ത സീറ്റിൽ ആരോ വന്ന് ഇരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നു നോക്കിയത്. വിഷ്ണുവേട്ടൻ, അവളുടെ ഉള്ളം പറഞ്ഞു. അവൾ വേഗം തന്നെ സീറ്റിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ചു കളഞ്ഞു. തൻ്റെ കയ്യിലെ ബാഗ് അഴിച്ച് മടിയിലേക്ക് വെച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കാൻ പോകുമ്പോഴാണ് അവൻ അവളെ കാണുന്നത്. ഭാഗ്യശ്രീ, അവൻ വിളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. അവനെ കണ്ടതും കുറച്ചു മുൻപ് അവനെ കണ്ടിട്ടില്ലാത്തതുപോലെ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. വിഷ്ണുവേട്ടൻ, അവൾ പറഞ്ഞതും അവനൊന്ന് പതിയെ അവളെ നോക്കിയും ചിരിച്ചു. നീ ഇത് എവിടേക്കാ? വിഷ്ണു ചോദിച്ചു. പാലക്കാട്, അവൾ പറഞ്ഞു. ആഹാ, ഞാനും അവിടേക്കാ. അവിടെ എന്താ വിശേഷം? വിഷ്ണു വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, ചുമ്മാ ഒരു യാത്ര. അവളൊരു നേർത്ത പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. ഏട്ടനോ? അവളും ഒരു ചോദ്യം എന്ന പോലെ അവനോട് ചോദിച്ചു. ഞാനും ഇതുപോലെയൊക്കെ തന്നെ, ചുമ്മാ ഒന്ന് കറങ്ങാൻ. അല്ല, ഭാഗ്യശ്രീ ഒറ്റയ്ക്കാണോ? വിഷ്ണു വെറുതെ ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. അതെ, ഒറ്റയ്ക്കാണ്, അവൾ പറഞ്ഞു. വീട്ടിൽ സമ്മതിച്ചോ ഒറ്റയ്ക്കൊരു യാത്രയ്ക്ക്? അവരറിഞ്ഞുകൊണ്ടാണോ ഈ യാത്ര? അവനത് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ പതിയെ തലയാട്ടി. ആ തലയാട്ടലിൽ എന്തോ ഒരു പന്തികേടുള്ളതുപോലെ അവന് തോന്നി. അവനൊന്ന് അവളെ സൂക്ഷിച്ചു നോക്കി. അത് മനസ്സിലായതുപോലെ അവൾ വേഗം അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്തത്. അവൾ വേഗം അതെടുത്തു നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞു വന്ന പേര് കണ്ടതും അവളുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയോട് ചേർത്തു. ആ, ഞാൻ ബസ്സിൽ കയറി. ഇല്ല, ബസ് എടുത്തിട്ടില്ല. നിങ്ങൾ എത്തുമ്പോഴേക്കും ഞാൻ എത്തും. ഞാൻ അവിടെ എത്താനാവുമ്പോൾ വിളിക്കാം. ശരിയടി. അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സുമൊത്ത് ചെറിയൊരു ട്രിപ്പ്, അവൾ അവനെ നോക്കി പറഞ്ഞു. എന്തോ ആ മറുപടി അവന് തൃപ്തികരമായി തോന്നി. അവനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. കുറച്ചു സമയം വെറുതെ ഇരുന്നതും ഭാഗ്യശ്രീ ബാഗിൽ നിന്നും ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ശേഷം ഏതോ കുറച്ച് മെലഡി സോങ്സിൻ്റെ പ്ലേലിസ്റ്റ് ഓണാക്കി കണ്ണുകൾ അടച്ചിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ വിഷ്ണുവും തൻ്റെ ഇയർഫോണിനായി ബാഗ് മൊത്തം തിരഞ്ഞു. ഇയർഫോൺ എടുക്കാൻ മറന്നല്ലോ, ഇനി എന്ത് ചെയ്യും? അവൻ ബാഗിൻ്റെ സിബ് അടിച്ചുകൊണ്ട് ആരോടെന്നില്ലാതെ പറഞ്ഞു. ഭാഗ്യശ്രീ അത് കേട്ടെങ്കിലും കണ്ണു തുറക്കാനോ അത് കേട്ടതായി നടിക്കാനോ പോയില്ല. വിഷ്ണു കണ്ണടച്ച് കിടക്കുന്ന ഭാഗ്യശ്രീയെ ഒന്ന് നോക്കിയ ശേഷം പതിയെ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു. അല്പസമയം കൊണ്ട് തന്നെ ഭാഗ്യശ്രീ ഉറങ്ങിപ്പോയിരുന്നു. ദീർഘദൂര യാത്ര ആയതുകൊണ്ട് തന്നെ പലരും മയങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ബസ് മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഭാഗ്യശ്രീ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ അരികിലെ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന വിഷ്ണുവിനെയാണ്. വെറുതെ അവനെ ഒന്ന് നോക്കിയെങ്കിലും അവനിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല. കുറച്ചു ദൂരം കൂടി മുൻപോട്ട് പോയതും അവൾ കയ്യിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അതിൽ നിന്നും ഒന്നെടുത്ത് കഴിക്കാൻ തുടങ്ങി. അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു പതിയെ കണ്ണു തുറന്നത്. അവൾ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൻ അവളെ നോക്കിയില്ല. അപ്പോഴാണ് അവൻ്റെ നേരെ അവളുടെ കൈകൾ നീണ്ടത്. ആ കൈകളിൽ പിടിച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിലേക്ക് അവനൊന്ന് നോക്കി. എടുത്തോളൂ. അവൻ്റെ നോട്ടം കണ്ടതും അവൾ പറഞ്ഞു. എടുക്കാതിരുന്നാൽ അവൾ എന്ത് കരുതും? മാത്രവുമല്ല, ഒരാൾ ഭക്ഷണം തനിക്ക് നേരെ വെച്ച് നീട്ടുമ്പോൾ അത് നിരസിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അതിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് എടുത്തു. താങ്ക്സ്. നേർത്തൊരു ചിരിയോടെ അവൻ അത് പറഞ്ഞപ്പോൾ അവളും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. വിഷ്ണുവേട്ടന് വേണമെങ്കിൽ ഈ ഇയർഫോൺ ഉപയോഗിക്കാം. അവൾ തൻ്റെ ഇയർഫോൺ വിഷ്ണുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ തനിക്കോ? വിഷ്ണു തിരിച്ചു ചോദിച്ചു. എനിക്ക് വേണമെന്നില്ല.
അവളൊരു പുഞ്ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പുസ്തകവും കയ്യിലെടുത്തു. എനിക്കിത് മതി, ഏട്ടനിത് യൂസ് ചെയ്തോളൂ. പുസ്തകം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് അവളത് പറഞ്ഞതും അവനൊരു ചിരിയോടെ ഇയർഫോൺ വാങ്ങി തൻ്റെ കാതുകളിലേക്ക് ചേർത്തു വെച്ചു. കുറച്ചു സമയം പുസ്തകം വായിച്ചിരുന്ന ശേഷം ഭാഗ്യശ്രീ വീണ്ടും മയക്കത്തിലേക്ക് വീണു. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ സീറ്റിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങുന്ന അവളെ കാണുമ്പോൾ വിഷ്ണുവിന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. കുറേ മണിക്കൂറുകൾക്ക് ശേഷം വിഷ്ണു കണ്ണു തുറന്നു നോക്കുമ്പോൾ ബസ് ഏതോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോൾ തനിക്കരികിലെ സീറ്റിൽ ഭാഗ്യശ്രീ ഉണ്ടായിരുന്നില്ല. കുറച്ചു മുൻപുള്ള സ്റ്റോപ്പിൽ ഭാഗ്യശ്രീ ഇറങ്ങുമ്പോൾ വിഷ്ണു നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനെ വിളിക്കാനും പോയില്ല. സ്റ്റാൻഡ് എത്തിയപ്പോൾ വിഷ്ണുവും ഇറങ്ങി. ഒരു യാത്ര പോലും പറയാതെ ഭാഗ്യശ്രീ പോയതിൽ അവന് എന്തിനെന്നറിയാത്തൊരു വെല്ലായ്മ തോന്നിയിരുന്നു. ഒറ്റപ്പാലം എന്ന് എഴുതി വച്ചിരിക്കുന്ന ബസ്സിനായി അവൻ്റെ കണ്ണുകൾ അലഞ്ഞു. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബസ് അവൻ കണ്ടത്. നോക്കിയപ്പോൾ വലിയ തിരക്കില്ല. 1-2 സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവൻ വേഗം അതിലേക്ക് കയറി. സൈഡ് സീറ്റ് ഒഴിവുണ്ടായതിനാൽ അവൻ വേഗം അവിടെ ചെന്നിരുന്നു. ബസ് മുൻപോട്ട് ഓടിത്തുടങ്ങിയപ്പോൾ അവൻ പതിയെ കണ്ണും മനസ്സും പുറത്തെ കാഴ്ചകളിലേക്ക് തുറന്നു വെച്ചു. ഒറ്റപ്പാലത്ത് അവൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിൻ്റെ പേര് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞതും അവനൊന്ന് ചുറ്റും നോക്കി. ഇതാട്ടോ സ്റ്റോപ്പ്, ഇവിടെ ഇറങ്ങിയാൽ മതി. കണ്ടക്ടർ വന്ന് അവനോട് പറഞ്ഞതും വിഷ്ണു വന്ന് അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ബസ് ഇറങ്ങിയതും അവനൊന്ന് ചുറ്റും നോക്കി. പിന്നെ പറഞ്ഞു കേട്ട ഓർമ്മയിൽ റോഡിൽ നിന്നും ഇടത്തോട്ടുള്ള കട്ട് റോഡിലേക്ക് കയറി നടന്നു. ഒറ്റപ്പാലത്തെ വയലേലകൾക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെ നടക്കുകയായിരുന്നു അവൻ. തണുത്തൊരിളം കാറ്റ് നെൽക്കതിരുകളെ തഴുകി അവിടെയാകെ ഒഴുകി നടപ്പുണ്ട്. കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടത്തത്തിന് ക്ഷീണം അറിയുന്നില്ല. എങ്കിലും ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് മറ്റെവിടേക്കോ മാറി സഞ്ചരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ വേഗം എടുത്തു നോക്കി. അബി. ആ പേര് കണ്ടതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. എവിടെ എത്തി? ബസ് ഇറങ്ങിയോ? ഫോൺ എടുത്തതും അഭിഷേക് അതാണ് ചോദിച്ചത്. ബസ്സൊക്കെ എപ്പോഴേ ഇറങ്ങി. ഞാനിതേ നീ പറഞ്ഞ വഴിയിലൂടെ വന്നോണ്ടിരിക്കുക, വിഷ്ണു പറഞ്ഞു. എന്നിട്ട് വണ്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. നീ ഇതെവിടെയാ? അഭിഷേക് വീണ്ടും ചോദിച്ചു. വണ്ടിയിലല്ലടാ, നോക്കിയപ്പോൾ നല്ല സ്ഥലം. നെൽപ്പാടത്തിന് നടുവിലൂടെയുള്ള ടാറിട്ട റോഡ്. കണ്ടപ്പോൾ ഒരു കൊതി തോന്നി, അതുകൊണ്ട് അങ്ങ് നടന്നു, വിഷ്ണു നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. നിനക്ക് നല്ല അസല് വട്ട. ഏതായാലും നടന്നിടത്തോളം മതി, ഞാനങ്ങ് വന്നേക്കാം. അതും പറഞ്ഞുകൊണ്ട് അഭിഷേക് ഫോൺ കട്ട് ചെയ്തു. 5 മിനിറ്റ് ആവുമ്പോഴേക്കും വിഷ്ണുവിന് അരികിലായി അഭിഷേകിൻ്റെ ബൈക്ക് വന്നു നിന്നു. നിനക്കെന്താ വിച്ചു, വട്ടായോ? ബസ് ഇറങ്ങുന്നതിന് മുൻപേ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതിപ്പോ ഇത്ര നേരം ഈ കനവും ചുമന്ന് നടന്നിരിക്കുന്നു. അഭിഷേക് അവനെ കലിപ്പോടെ നോക്കി. അത് കണ്ട് വിഷ്ണു അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. മതി നിന്ന് ചിരിച്ചത്, വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക്. അഭിഷേക് അത് പറഞ്ഞത് വിഷ്ണു അവൻ്റെ പിറകിലായി കയറിയിരുന്നു. അവരുടെ വണ്ടി നേരെ ചെന്നു നിന്നത് വലിയൊരു തറവാട് വീടിൻ്റെ മുൻപിലായിരുന്നു. വിഷ്ണു ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. അതൊരു പഴയ 4 തറവാട് വീടായിരുന്നു. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ആ വീട് അത്രമേൽ മനോഹരമായിരുന്നു. പറമ്പാകെ വലിയ വലിയ മരങ്ങളും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികളും കൊണ്ട് നിറഞ്ഞിരുന്നു. നിറയെ മരങ്ങളുള്ളതുകൊണ്ടാകണം അവിടം വല്ലാത്തൊരു തണുപ്പ് നിറഞ്ഞിരുന്നു. ഇളം കാറ്റിൽ അലസമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുടിയിഴകളെ കൈകൊണ്ടൊന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവൻ അവിടം ഒന്നാകെ കണ്ണോടിച്ചു. അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി പറ്റിപ്പിടിച്ചിരുന്നു. എന്താടാ അവിടെ തന്നെ നിന്നു കളഞ്ഞേ, വാ അകത്തേക്ക് കയറാം. അതും പറഞ്ഞ് അഭിഷേക് ഉമ്മറത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും അകത്തു നിന്നും 2-3 പേര് പുറത്തേക്ക് വന്നിരുന്നു. ഒന്ന് ഒരു പ്രായം ചെന്ന സ്ത്രീയാണ്. കണ്ടാൽ തന്നെ അറിയാം അഭിഷേകിൻ്റെ മുത്തശ്ശിയാണെന്ന്. അവർ വിഷ്ണുവിൻ്റെ നേരെ മനോഹരമായൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും അവർക്ക് കൊടുക്കാനായൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. അഭിഷേകിൻ്റെ അമ്മയുടെ മുഖത്തും നിറഞ്ഞ പുഞ്ചിരിയാണ്. കൂടെ നിന്നിരുന്ന സ്ത്രീയുടെ മുഖത്തുള്ള ആ ചിരിക്കും വല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ടെന്ന് അവന് തോന്നി. എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്, അകത്തേക്ക് വരൂ. മുത്തശ്ശിയാണ് അത് പറഞ്ഞത്. ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ ഉള്ളൂ, ആദ്യം എന്തെങ്കിലും കഴിക്കാം, എന്നിട്ടാവാം കുളിയൊക്കെ. ഇപ്പോൾ തൽക്കാലം ഒന്ന് ഫ്രഷായി വന്നോളൂ, അല്ലേ അബി? അതും പറഞ്ഞുകൊണ്ട് അമ്മ അഭിഷേകിനെ ഒന്ന് നോക്കി. അവൻ അതേ എന്ന് തലയാട്ടി. എന്നാ മോൻ ചെന്ന് കൈയും മുഖവും കഴുകി വന്നോളൂ, അപ്പോഴേക്കും അമ്മ കഴിക്കാനുള്ളത് എടുത്തു വെക്കാം. അഭിഷേകിൻ്റെ അമ്മ അത് പറഞ്ഞത് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്.
അവരുടെ മുഖത്തപ്പോൾ ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നതായി തോന്നിയിരുന്നു വിഷ്ണുവിന് ആ നേരം. വിഷ്ണു അതിന് മനോഹരമായൊന്ന് തലയാട്ടുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ ഉടലെടുക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ അമ്മ എന്ന വാക്കിൽ ഒരു നിമിഷം അവനൊന്ന് കുടുങ്ങിപ്പോയിരുന്നു. അതെ, അമ്മ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അമ്മ എന്ന സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചപ്പോൾ പതിയാണെങ്കിലും മനസ്സുകൊണ്ട് അവർക്ക് അമ്മയുടെ സ്ഥാനം താൻ കൊടുത്തിരുന്നു. എന്നാൽ അവർക്ക് താൻ എന്നും ഒരു അധികപ്പറ്റായിരുന്നു. അവരുടെ മകനെ സ്നേഹം കൊണ്ട് പൊതിയുമ്പോൾ 5 വയസ്സുള്ള തന്നെ അവർ ദൂരേക്ക് മാറ്റി നിർത്തുമായിരുന്നു. ആണായാലും പെണ്ണായാലും അമ്മയുടെ സ്നേഹം കൊതിക്കാത്ത മക്കളുണ്ടാവുമോ? ചെറിയമ്മ തന്നെ വേദനിപ്പിക്കുമ്പോൾ അത് തൻ്റെ അമ്മയല്ലല്ലോ എന്നൊരാശ്വാസമായിരുന്നു തനിക്ക്. എങ്കിലും തൻ്റെ സ്വന്തം അമ്മയെ ഓർത്ത് താൻ അത്രമേൽ വേദനിച്ചിട്ടുണ്ട്. ഇന്ന് യാതൊരു പരിചയവുമില്ലാത്തൊരു സ്ത്രീ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നോട് സംസാരിക്കുമ്പോൾ നെഞ്ചിലെവിടെയോ വല്ലാത്തൊരു പിടച്ചിൽ. എന്നാൽ അതിനൊപ്പം തന്നെ എരിയുന്ന തീയിലാരോ വെള്ളമൊഴിച്ചതുപോലെ ഒരു തണുപ്പും തൻ്റെ ഹൃത്തിൽ അനുഭവപ്പെടുന്നു. അഭിഷേകിന്റെ കൂടെ മുറിയിലേക്ക് നടക്കുമ്പോൾ വിഷ്ണു കാണുന്നുണ്ടായിരുന്നു മേശപ്പുറത്ത് വിഭവങ്ങൾ ഓരോന്നും എടുത്തു വെക്കുന്ന അമ്മയെയും അവരുടെ കൂടെയുണ്ടായിരുന്ന ആ സ്ത്രീയെയും. മുറിയിലെത്തിയതും വേഗമൊന്ന് ഫ്രഷായി വന്നു. വരുമ്പോഴേക്കും ഊണുമേശയിൽ പലതരം വിഭവങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു. വാ, വന്നിരിക്കി. ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, നല്ല ക്ഷീണമുണ്ടാകും. അതും പറഞ്ഞുകൊണ്ട് അവർ പ്ലേറ്റിലേക്ക് ഓരോന്നായി വിളമ്പാൻ തുടങ്ങി. അയ്യോ മതി, ഇത്രയൊന്നും ഞാൻ കഴിക്കാറില്ല. നിറഞ്ഞ പ്ലേറ്റിലേക്ക് വീണ്ടും വിളമ്പുന്ന അമ്മയെ നോക്കി വിഷ്ണു പറഞ്ഞു. ഇത് കുറച്ചല്ലേ ഉള്ളൂ, കഴിക്കി. മോന്റെ വീട് പോലെ തന്നെ ഇവിടെയും കണ്ടാൽ മതി, അമ്മ വീണ്ടും പറഞ്ഞു. അവനൊരു നിമിഷം അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ പതിയെ കഴിച്ചു തുടങ്ങി. അവനൊരു കൂട്ടിന് അഭിഷേകും ഇരുന്നിരുന്നു അവൻ്റെ ഒപ്പം. മതിയോ? കഴിച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റതും അമ്മ ചോദിച്ചു. ധാരാളം, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും കഴിക്കാറില്ല. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഊണ് കഴിച്ചു. അവനൊരു ചിരിയോടെ അവരോട് പറഞ്ഞു. കഴിച്ചയുടനെ ചെന്ന് കുളിക്കണ്ടാട്ടോ, വയറുവേദന വരും. അവൻ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയതും പുറകിൽ നിന്നും അമ്മ പറഞ്ഞു. വിഷ്ണു അതിനൊന്ന് പതിയെ മൂളി. മനസ്സ് ആകെ അസ്വസ്ഥമാണ്. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയുന്നില്ല. വല്ലാത്തൊരു ഭാരം മനസ്സിൽ വന്നു നിറയുന്നത് പോലെ. അമ്മയുടെ സ്നേഹം ഒത്തിരി കൊതിച്ചിരുന്നു. അന്നെല്ലാം ചെറിയമ്മയുടെ കുത്തുവാക്കുകളും വേർതിരിവുകളുമാണ് തന്നെ തേടിയെത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ അമ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ താൻ പോലും അറിയാതെ തൻ്റെ അമ്മയാണെന്ന് തോന്നിപ്പോകുന്നു. ഇങ്ങനെ ഈ മുറിയിൽ തന്നെ അങ്ങ് ഇരുന്നാ മതിയോ? കുളിച്ചു മാറ്റാനുള്ളത് എടുത്തോ? അപ്പുറത്ത് കുളമുണ്ട്, ഇന്ന് അവിടെ നിന്നാകാം കുളി. അതിനു മുൻപ് ഒരു 2 റൗണ്ട് ഇതിലേ ഒന്ന് നടന്നു വരാം. അഭിഷേക് പറഞ്ഞതും വിഷ്ണു കുളിച്ചു മാറാനുള്ളതും എടുത്ത് അവൻ്റെ പുറകെ നടന്നു. മുത്തശ്ശി, ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. മുറ്റത്തേക്കിറങ്ങുമ്പോൾ ഉമ്മറത്തിരിക്കുന്ന മുത്തശ്ശിയെ നോക്കി അഭിഷേക് പറഞ്ഞു. മഴ പെയ്ത് നല്ല വഴുക്കലുണ്ട്. ഈ മോനിതൊന്നും പരിചയമുണ്ടാകില്ല, സൂക്ഷിക്കണം. മുത്തശ്ശി ഒരു സ്നേഹശാസനയോടെ പറഞ്ഞു. മോൻ ചെന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് വാ. വരമ്പത്ത് വഴുക്കലുണ്ടാകും, അതൊന്ന് സൂക്ഷിച്ചാ മതി. മുത്തശ്ശി നേർത്തൊരു ചിരിയോടെ വിഷ്ണുവിനോട് പറഞ്ഞു. അവൻ അതിനൊന്ന് ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അഭിഷേകിന് പിന്നാലെ ഇറങ്ങി നടന്നു. ഡാ വിച്ചു, നീ എന്താ ആകെ വല്ലാതെ ഇരിക്കുന്നേ? എന്തോ ചിന്തയിൽ എന്ന പോലെ നടക്കുന്ന വിഷ്ണുവിനെ കണ്ട് അഭിഷേക് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഓരോന്നോർത്തുപോയി. വിഷ്ണു ഒരു പുഞ്ചിരി മുഖത്തണിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞതെല്ലാം പോട്ടടാ, എല്ലാം മറക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്നിട്ട് നീ തന്നെ വെറുതെ ഓരോന്ന് ആലോചിച്ച് നടന്നാലോ? പണ്ട് നീ ഇങ്ങനെയേ ആയിരുന്നില്ലാലോ. നമുക്ക് ആ വിഷ്ണു മതി, ഇത് പരമ ബോറാണ്. വിഷ്ണുവിൻ്റെ തോളിലൊന്ന് പതിയെ തല്ലിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു. വിഷ്ണു അതിനൊന്ന് ചിരിച്ചു കാണിച്ചു. ഇല്ലടാ, ഞാൻ എല്ലാം മറന്നു. അവിടമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിഷ്ണു പറയുമ്പോൾ അഭിഷേക് അവനെ തന്നെ ഒന്ന് നോക്കി. കാര്യമായിട്ടും ശരിക്കും മടുത്തടാ. ഓർമ്മ വെച്ച കാലം മുതലേ എന്നും വേർതിരിവും അവഗണനയും മാത്രമായിരുന്നു. ആദ്യമാദ്യം അച്ഛൻ ഒന്നിലേക്കും വരാറില്ലായിരുന്നു. ചെറിയമ്മ എന്തു പറഞ്ഞാലും ചെയ്താലും അച്ഛൻ അതെല്ലാം കണ്ടില്ലെന്ന് വെക്കും. എന്നാലിപ്പോൾ അച്ഛനും തുടങ്ങിയിരിക്കുന്നു ചെറിയമ്മയെപ്പോലെ. ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി ശരിയായി വന്നതായിരുന്നു. അപ്പോയിൻമെൻ്റ് ലെറ്റർ ചെറിയമ്മ തന്നെയാണ് കത്തിച്ചു കളഞ്ഞത്. നാട്ടിലെ സാധാരണ പണിക്ക് മാത്രമേ ഞാൻ പോകാവൂ. എന്നെ എൻ്റെ വഴിക്ക് വിടാതെ അവിടെ തന്നെ തളച്ചിടണം. അതാണ് അവർക്ക് വേണ്ടത്. അതെന്തിനാണെന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായത്.
അവൻ പറഞ്ഞതും അഭിഷേക് അവനെ ഒന്ന് നോക്കി. വിഷ്ണു വീണ്ടും പറഞ്ഞു തുടങ്ങി. ചെറിയമ്മയുടെ ഒരേ ഒരു മകനുണ്ടല്ലോ, എൻ്റെ അനിയൻ. അവൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കുറ്റമേറ്റുവാങ്ങാൻ ഒരാൾ വേണമല്ലോ. അതായിരുന്നു എന്നെക്കൊണ്ട് അവർക്കുള്ള ഉപകാരം. അതിനുവേണ്ടിയാണ് അവരെന്നെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ നിനക്കറിയോ, അവൻ കാരണം പോലീസ് സ്റ്റേഷനിൽ വരെ അന്തിയുറങ്ങേണ്ടി വന്നു എനിക്ക്. വിഷ്ണു പറഞ്ഞു നിർത്തിയതും അഭിഷേക് അവനെ ഞെട്ടലോടെ നോക്കി. വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിന്? അഭിഷേക് വേദനയോടെ ചോദിച്ചു. മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിന്. വിഷ്ണു ഒരു പുച്ഛത്തോടെ പറഞ്ഞു. നിനക്കറിയോ അബി, എൻ്റെ അമ്മ പോയതിൽ പിന്നെ എന്നെ തെറ്റേത് ശരിയേത് എന്ന് പറഞ്ഞ് നേർവഴിക്ക് നടത്താൻ ആരുമുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഞാനൊരു തെറ്റിലേക്ക് പോയിട്ടില്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് സ്റ്റേഷനിൽ കയറി. നാട്ടുകാർക്കെല്ലാം അറിയാം അവനാണ് ഇതിന് പിന്നിലെന്ന്. പക്ഷേ അവൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അവനോടാണ് താല്പര്യം. അപ്പോൾ ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ച് അവരവരുടെ മോനെ സേഫാക്കും. ഇനിയും എന്തൊക്കെയോ പെണ്ണുകേസുകൾ കൂടി അവൻ്റെ പേരിലുണ്ടെന്നാ പറയുന്നേ. അവിടെ നിന്നാൽ അതും കൂടി എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴും. വിഷ്ണു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. സാരമില്ലടാ, അത് വിട്ടുകളാ. അല്ല, എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് നീ എങ്ങനെ ഇറങ്ങി? നീ എന്താ എന്നിട്ട് എന്നോടൊന്നും പറയാതിരുന്നേ? വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ച ശേഷം അഭിഷേക് ചോദിച്ചു. CI സാറിന് എന്നെ അറിയാമായിരുന്നു. എന്നെ മാത്രമല്ല അവനെയും. അവനല്ല ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് എൻ്റെ അച്ഛൻ പോലും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സാറ് തന്നെയാണ് അവനെതിരെയുള്ള തെളിവുകൾ കണ്ടുപിടിച്ചത്. അന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇവനാണ് ചെയ്തതെന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടി അച്ഛൻ അത് പറയുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനും അച്ഛൻ മറന്നില്ല. ഞാൻ ശരിക്കും അവരുടെ ആരുമല്ലാതായി. അതുവരെ മനസ്സുകൊണ്ട് അച്ഛൻ എന്ന സ്ഥാനം ഞാൻ ആ മനുഷ്യന് കൊടുത്തിരുന്നു. എന്നാൽ അന്നത്തോടെ ആ ബന്ധവും എടുത്തു കളഞ്ഞു. ഇങ്ങോട്ടില്ലാത്ത ബന്ധം എന്തിനാ അബി നമ്മളായിട്ട് കൊണ്ടു നടക്കുന്നേ? അവർക്ക് ഞാൻ ആരുമല്ലെങ്കിൽ എനിക്കും അവരാരുമല്ല, അത്ര തന്നെ. വിഷ്ണു പറഞ്ഞു നിർത്തിയതും അവനിൽ നിന്നൊരു നെടുവീർപ്പ് അടർന്നു വീണു. ഇതൊക്കെ എന്തിനാ വിച്ചു വീണ്ടും പറയുന്നേ? എനിക്കറിയാത്തതാണോ ഇതെല്ലാം? വിഷ്ണുവിൻ്റെ തോളിലൂടെ കൈ ചേർത്തുകൊണ്ട് അഭിഷേക് ചോദിച്ചു. ഇപ്പോൾ അച്ഛൻ വീട്ടുകാരുമില്ല, അമ്മ വീട്ടുകാരുമില്ല. അമ്മയ്ക്ക് ഒരു അനിയൻ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. മാമൻ ഒരു ആക്സിഡന്റിൽ പോയതോടെ ആ ബന്ധവും പോയി. പിന്നെയുള്ളവരെല്ലാം അകന്ന ബന്ധുക്കളല്ലേ. വെറുതെ എന്തിനാ നമ്മൾ അവർക്കൊരു ഭാരമാകുന്നേ? അങ്ങനെ ഈ ഭൂമിയിൽ വിഷ്ണു തനിച്ചായി, ആരുമില്ലാതെ. പക്ഷേ ഇനി എനിക്ക് ജീവിക്കണം അബി. എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് എനിക്കൊന്ന് ജീവിക്കണം. ഒരു പുഞ്ചിരിയോടെ വിഷ്ണു അത് പറഞ്ഞു നിർത്തുമ്പോൾ അബിയും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സത്യം പറഞ്ഞ ഇവിടെ വന്നതിന് ശേഷമാ ഞാനൊന്ന് ശുദ്ധവായു ശ്വസിക്കുന്നേ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടം നോക്കി ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു. എല്ലാം ശരിയാകുമടാ, അബി പറഞ്ഞു. ശരിയാവും, വിഷ്ണുവും ഏറ്റു പറഞ്ഞു. കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് കയ്യിൽ പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ അവർ ദൂരത്തേക്കൊന്നും പോയില്ല. തറവാടിൻ്റെ പുറകിലെ പറമ്പിനോട് ചേർന്ന് നെൽപ്പാടമാണ്. അവർ തിരികെ പറമ്പിലൂടെ കുളക്കടവിലേക്ക് നടന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ കുളക്കടവാണുള്ളത്. 3 ഭാഗവും അല്പം കല്ലുകെട്ടി മറച്ചിട്ടുണ്ട്. കുളക്കടവിലെത്തിയതും വിഷ്ണുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. എന്താടാ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നേ? വിഷ്ണുവിൻ്റെ നോട്ടം കണ്ട് അബി അവനെ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. ശരിക്കും നീ ഭാഗ്യം ചെയ്തവനാ. ഇത്രയും വലിയ തറവാട്ടിൽ എല്ലാവരുടെയും സ്നേഹവാത്സല്യവും ഏറ്റുകൊണ്ട് പ്രകൃതിയോട് ചേർന്നിങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ശരിക്കും യു ആർ സോ ലക്കി. വിഷ്ണു അത് പറയുമ്പോൾ അഭിഷേക് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പച്ച നിറമുള്ള കുളത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. കണ്ണുമിഴിച്ചു നിൽക്കാതെ വേഗം കുളിച്ചു വന്നേ നീ. ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാനുള്ളതാ? അബി അത് പറഞ്ഞതും വിഷ്ണു വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടമായിരുന്നു. കുറേ നേരം വെള്ളത്തിൽ കിടന്ന് കളിച്ച ശേഷമായിരുന്നു അവൻ കുളിച്ചു കയറിയത്. പടികൾ കയറി വന്നതും അവൻ്റെ ചുവന്ന കണ്ണുകളിലേക്കായിരുന്നു അബിയുടെ നോട്ടം ചെന്നു നിന്നത്. നല്ലോണം അർമാദിച്ചു അല്ലേ? അബി ഒരു ചിരിയോടെ ചോദിച്ചു. സത്യം, ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. ഇനി വേണം എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങാൻ. ചിരിച്ച മുഖത്തോടെ അത് പറയുന്ന വിഷ്ണുവിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസവും നിറഞ്ഞു നിൽക്കുന്നതായി അബിക്ക് തോന്നി. എന്നാ പോയാലോ? അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അബി ചോദിച്ചതും വിഷ്ണുവും അതേ എന്ന പോലെ തലയാട്ടി. അവനിട്ട ഡ്രസ്സ് കുളത്തിൽ നിന്നു തന്നെയൊന്ന് വിഷ്ണു അലക്കിയെടുത്തിരുന്നു. അത് പിന്നാമ്പുറത്തെ അയലിൽ വിരിച്ചിട്ട ശേഷം അവർ മുറ്റത്തുകൂടെ തന്നെ ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്ത് അപ്പോഴും മുത്തശ്ശി ഇരിപ്പുണ്ട്.
ഉമ്മറത്തേക്ക് കയറി വരുന്ന അവരെ കണ്ട് മുത്തശ്ശി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ ചുവന്ന കണ്ണുകൾ അവർ കാണുന്നത്. കുറേ നേരം കുളിച്ചോ കുട്ടി? ഇനിയിപ്പോ പരിചയമില്ലാത്ത വെള്ളം കാരണം വല്ല വയ്യായികയും വന്നാലോ? പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആവലാതിയിലേക്ക് വിഷ്ണു ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി. ലക്ഷ്മി, ആ രാസ്നാദി ഇങ്ങോട്ടേക്കൊന്ന് എടുത്തോളൂട്ടോ. മുത്തശ്ശി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും ദാ വരുന്നു എന്ന് അകത്തുനിന്നും മറുപടിയും എത്തി. ഇങ്ങ് തന്നേക്ക്, ഞാനിട്ടു കൊടുക്കാം. മുത്തശ്ശി ലക്ഷ്മിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അത് പറഞ്ഞതും അബിയുടെ അമ്മ അത് അവരുടെ കയ്യിലേക്ക് ഒരു ചിരിയോടെ തന്നെ വെച്ചു കൊടുത്തു. ഇങ്ങുവാ, മുത്തശ്ശി ഇട്ടു തരാം. അവർ വിഷ്ണുവിനെ നോക്കി കൈ നീട്ടി വിളിച്ചതും അവൻ അബിയെ ഒന്ന് നോക്കി. അബി അവനെ നോക്കി തല കുലുക്കി ചിരിച്ചതും വിഷ്ണു പതിയെ മുത്തശ്ശിക്ക് അരികിലേക്ക് നടന്നു. അവൻ പതിയെ അവർക്ക് അരികിലേക്ക് ചെന്നതും അവരവൻ്റെ നെറുകയിൽ രാസ്നാദി ഇട്ടുകൊടുത്തു. അവൻ അതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. അവൻ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇനി ചെന്നോളൂ. മുത്തശ്ശി അത് പറഞ്ഞതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. മുറിയിലെത്തുമ്പോഴും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. തന്നെ സ്നേഹിക്കാനും തനിക്ക് ചുറ്റും ആരൊക്കെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ. അവന് വല്ലാത്ത സന്തോഷം തോന്നി. അല്ലടാ, ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. വൈകുന്നേരം വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് അവർ. അപ്പോഴാണ് വിഷ്ണു അഭിഷേകിനോടത് ചോദിച്ചത്. അവൾ ചെറിയൊരു ട്രിപ്പ് പോയതാ, 2 ദിവസം കഴിഞ്ഞാൽ എത്തും. അവളെക്കുറിച്ച് പറയുമ്പോൾ അബിയുടെ ചുണ്ടിൽ പ്രത്യേകമായൊരു ചിരി വിരിയുന്നത് വിഷ്ണു കണ്ടിരുന്നു. ഓ, അവളില്ലാത്തതുകൊണ്ടായിരിക്കും നിനക്ക് വല്ലാത്തൊരു സങ്കടം. വിഷ്ണു അവനെ വെറുതെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ സങ്കടമോ? അതും എനിക്ക്? എൻ്റെ പൊന്നെ, ഞാൻ ഇപ്പോഴാ ഒന്ന് മര്യാദയ്ക്ക് ശ്വാസം എടുക്കുന്നേ. അല്ലെങ്കിൽ ഏത് സമയവും അതെന്താ ഇതെന്താ, ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, സുഖമില്ലേ എന്നൊക്കെ ചോദിച്ച് ഏത് നേരവും വയ്യാലെ നടക്കുന്ന പണിയാ. ശരിക്കും ഇപ്പോഴാ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുന്നേ. അങ്ങനെ പറയുമ്പോൾ പോലും അഭിഷേകിന്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവർ നേരെ നടന്നത് കവലയിലേക്കായിരുന്നു. നാട്ടിൻപുറമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവരും സാധാരണക്കാരായിരുന്നു. അവിടെയുള്ള ചായക്കടയിലേക്ക് അവർ കയറി. അവിടെയും ഇരിക്കുന്നുണ്ട് 4-5 പേര്. പരസ്പരം വിശേഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്ന നിഷ്കളങ്കത നിറഞ്ഞ മനുഷ്യർ. ഇത് തൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് അഭിഷേക് വിഷ്ണുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരെല്ലാം അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അഭിഷേകിനോട് എന്ന പോലെ തന്നോടും ഒരു വാത്സല്യം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. ഒരു പക്ഷേ തോന്നിയതായിരിക്കും. അല്ല, അത് തോന്നിയതല്ലെന്ന് കുറച്ചു നേരം കൊണ്ട് തന്നെ അവന് മനസ്സിലായിരുന്നു. അവരുടെ നോട്ടവും സംസാരവും അവർക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ആ അപരിചിതത്വത്തെ നീക്കിക്കളഞ്ഞിരുന്നു. അവർ വിശേഷങ്ങൾ പറയുന്നതിനിടെ അവൻ്റെ വിശേഷങ്ങൾ കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 1-2 വാക്കുകൾക്കുള്ളിൽ തന്നെ വിഷ്ണു ഒതുക്കി നിർത്തി. മേശപ്പുറത്ത് നല്ല ആവി പറക്കുന്ന പരിപ്പുവടയും ചായയും എത്തിയതും അവൻ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് കടയ്ക്ക് പുറത്തേക്കിറങ്ങി. ആ ചായക്കടയ്ക്ക് മുമ്പിൽ വലിയൊരു പാടമാണ്. നീണ്ടുകിടക്കുന്ന ആ പച്ച പരവതാനിയിലേക്ക് നോക്കി ചായയും പരിപ്പുവടയും കഴിക്കുമ്പോൾ അവൻ വേറെ ഏതോ ലോകത്താണ് നിൽക്കുന്നതെന്ന് അവന് തോന്നി. അവിടെ നിന്ന് പോരുന്ന വഴി പാടത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും അഭിഷേക് മറന്നിരുന്നില്ല. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അവരുടെ പ്രായത്തിലുള്ള ഒരുപാട് പേർ അവിടെ ഫുട്ബോൾ കളിക്കാനായി വന്നിരുന്നു. നാട്ടിൻപുറങ്ങളിൽ വൈകുന്നേരം കാണുന്ന സ്ഥിരം പരിപാടിയാണല്ലോ അത്. അഭിഷേകിന്റെ കൂട്ടുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അഭിഷേകിന്റെ കൂട്ടുകാർ വിഷ്ണുവിൻ്റെയും കൂട്ടുകാരായി മാറിയിരുന്നു. മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്ത് ഫുട്ബോൾ തട്ടിക്കളിക്കുന്നത് എന്നും വല്ലാത്തൊരു അനുഭൂതി തന്നെയാണല്ലോ. ഏകദേശം ഇരുട്ട് പരന്ന ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. തറവാട്ടിലേക്കുള്ള യാത്രയിൽ അഭിഷേക് എത്രമാത്രം ഭാഗ്യം ചെയ്തവനാണെന്ന് വിഷ്ണു ഒരു തവണ കൂടി ഓർത്തു. തറവാട്ടിലേക്കുള്ള പടിപ്പുര കടന്നതും കണ്ടു മുത്തശ്ശിയെയും അവൻ്റെ അമ്മയെയും, പിന്നെ നേരത്തെ കണ്ട സ്ത്രീയെയും. നേരത്തെ കണ്ട സ്ത്രീ വേറെ ആരുമല്ല, അഭിഷേകിന്റെ അച്ഛൻ്റെ പെങ്ങളാണ്. എന്നുവെച്ചാൽ അഭിഷേകിന്റെ പ്രണയിനി അനുപമയുടെ അമ്മ. അനുപമയുടെ അച്ഛൻ അവൾക്ക് 8 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അതിനുശേഷം അവരിവിടെ തറവാട്ടിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ തറവാട്ടിലുള്ളത് അഭിഷേകിന്റെ അച്ഛനാണ്. അച്ഛൻ്റെ 2 ഏട്ടന്മാരും ഡൽഹിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തറവാട്ടിൽ ഇവർ മാത്രമേ ഉള്ളൂ. എന്താ മക്കളെ ഇത്രയും വൈകിയത്? മുത്തശ്ശിയാണ് അത് ചോദിച്ചത്. ഒന്നുമില്ല മുത്തശ്ശി, ഞങ്ങളിങ്ങനെ വെറുതെ, അഭിഷേക് പറഞ്ഞു. ഒന്നുമില്ല, അത് കണ്ടാലും പറയും.
ആകെ ചളിയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന അഭിഷേകിനെയും വിഷ്ണുവിനെയും നോക്കി ഒരു ചിരിയോടെയാണ് മുത്തശ്ശി അത് പറഞ്ഞത്. വിഷ്ണു ഒരു ചിരിയോടെ അഭിഷേകിനെയും ശേഷം തന്നെയും ഒന്ന് നോക്കി. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. മേലാസകലം ചെളിയാണ്. ചെറുപ്പകാലത്തെ ഓർമ്മകളിൽ എവിടെയോ ചെറിയൊരു ഓർമ്മയുണ്ട്. പാടത്ത് കളിച്ചു വന്ന് മുറ്റത്ത് നിന്ന തന്നെ ചെറിയമ്മ ഒരുപാട് തല്ലിയത്. ചളിയും കൊണ്ട് അകത്തേക്ക് പോലും കയറിയിട്ടില്ലായിരുന്നു താൻ. എന്നിട്ടും ചെറിയമ്മ അന്ന് ഒരുപാട് തല്ലി. അതുപോലെ തന്നെ ചളിയിൽ കുളിച്ചു തന്നെയായിരുന്നു അവരുടെ മകനും വന്നത്. എന്നാൽ അവനെ സ്നേഹത്തോടെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴെല്ലാം അതുപോലെ തന്നെ സ്നേഹിക്കാൻ അത് തൻ്റെ അമ്മയല്ലല്ലോ എന്ന് വെറുതെ താൻ ആശ്വസിക്കുമായിരുന്നു. പൊതുവെ രണ്ടാനമ്മയുടെ ദ്രോഹങ്ങൾ അധികവും ഏൽക്കേണ്ടി വരിക പെൺകുട്ടികളാണ്. എന്നാൽ അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു അവരവനെയും ദ്രോഹിച്ചത്. അഭിഷേക് തട്ടി വിളിച്ചപ്പോഴാണ് എന്തോ ചിന്തയിലായിരുന്നവൻ ഞെട്ടി ഉണർന്നത്. വാ, കുളിച്ചിട്ട് വരാം. അഭിഷേക് അതും പറഞ്ഞുകൊണ്ട് കുളക്കടവിലേക്ക് നടന്നതും വിഷ്ണു അവന് പിന്നാലെ നടന്നു. കുളിച്ച ശേഷം രണ്ടുപേർക്കും ധരിക്കാനുള്ള കാവിമുണ്ട് അമ്മ ഉമ്മറത്തെ തിണ്ണയിൽ തന്നെ വെച്ചിരുന്നു. കുളക്കടവിലേക്ക് പോകുമ്പോൾ അവരതും കയ്യിൽ പിടിച്ചിരുന്നു. മഴ വീണ്ടും ചെറുതായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മഴയ്ക്കൊപ്പം കുളത്തിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. കുളിച്ചു വരുമ്പോഴേക്കും അമ്മ ചായയും പലഹാരവും എടുത്തു വെച്ചിരുന്നു. ചായ വേണ്ടായിരുന്നു, ഞങ്ങൾ കടയിൽ നിന്നും കുടിച്ചിരുന്നു, വിഷ്ണു പറഞ്ഞു. അത് സാരമില്ല, ഇപ്പോൾ കുളിച്ചു വന്നതല്ലേ ഉള്ളൂ. ആ തണുപ്പൊന്ന് മാറിക്കോട്ടെ. ചൂട് ചായയാണ്, കുടിച്ചോളൂ. അമ്മ അത് പറഞ്ഞതും വിഷ്ണു ചായ ഗ്ലാസ് എടുത്ത് പതിയെ ചുണ്ടോട് ചേർത്തു. അഭിഷേകിനെ നോക്കിയപ്പോൾ അവൻ എപ്പോഴേ ചായ കുടിക്കാൻ തുടങ്ങിയിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞതും ഗ്ലാസ് കഴുകാനായി വിഷ്ണു അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങുമ്പോഴാണ് അമ്മ വന്നത് കയ്യിൽ വാങ്ങിയത്. വീട്ടിലാവുമ്പോൾ അവൻ തന്നെയാണ് കഴിച്ച പാത്രങ്ങൾ കഴുകാറുള്ളത്. ആ ഓർമ്മയിലാണ് അവൻ പാത്രം കഴുകാൻ എഴുന്നേറ്റത്. അതിപ്പോ എവിടെയായാലും, ആണായാലും പെണ്ണായാലും, അവനവൻ കഴിച്ച പാത്രം അവനവൻ തന്നെ കഴുകുന്നതാണ് നല്ലത് എന്ന മനോഭാവമാണ് വിഷ്ണുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. ചായ കുടിച്ചു കഴിഞ്ഞതും അവൻ മെല്ലെ മുറിയിലേക്ക് നടന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ചാർജ് കുറവാണ്. അത് ചാർജിലിട്ട ശേഷം ബാഗിൽ നിന്നും ലാപ്ടോപ്പ് എടുത്തു. ജോലിക്ക് വേണ്ടി 3-4 ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അതിൻ്റെ എന്തെങ്കിലും റിപ്ലൈ വന്നോ എന്ന് നോക്കി. ഒന്നും വന്നിട്ടില്ലെന്ന് കണ്ട് അവൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. ചാർജിലിട്ടുകൊണ്ട് തന്നെ ഫോണിൽ നെറ്റ് ഒന്ന് ഓണാക്കി. കൂട്ടുകാരുടെ ഒരുപാട് മെസ്സേജ് വന്നു കിടപ്പുണ്ട്. എവിടെയാ, എത്തിയോ വിഷ്ണു, നീ സേഫ് അല്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജസ്. എല്ലാം തൻ്റെ കൂട്ടുകാരാണ്. പലയിടത്തും തന്നെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് അവരാണ്. അവൻ ചാർജിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ജനലിനോരം ചെന്നു നിന്നു. ഇവിടെ എത്തിയെന്നും ഇതൊരു സാധാരണ നാട്ടിൻപുറമാണെന്നും ഇവിടെ എത്തിയത് മുതൽ മനസ്സിന് വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ടെന്നും അവൻ പറഞ്ഞു. അവൻ്റെ സംസാരത്തിൽ നിന്നും തന്നെ അവൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. കുറച്ചു നേരം അവരോട് സംസാരിച്ചിരുന്ന ശേഷം ഫോൺ വീണ്ടും ചാർജിലിട്ടുകൊണ്ട് അവൻ താഴേക്കിറങ്ങി നടന്നു. ഹാളിൽ എത്തിയതേ കണ്ടു കാല് നീട്ടിയിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അഭിഷേകിനെ. മുത്തശ്ശിയുടെ കൈവിരലുകൾ അഭിഷേകിൻ്റെ മുടിയിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. ഒരു നിമിഷം വിഷ്ണു അവിടേക്ക് നോക്കി നിന്നു. പണ്ടത്തെ തറവാടായതുകൊണ്ട് തന്നെ ഹാളിനോട് ചേർന്ന് അല്പം ഉയരത്തിലായി അത്യാവശ്യം വലിപ്പമുള്ളൊരു നീളൻ വരാന്തയുണ്ട്. അവിടെയാണ് അഭിഷേക് കിടക്കുന്നത്. ചില ദിവസങ്ങളിൽ അഭിഷേക് അവിടെ തന്നെയാണ് അധികവും കിടന്നുറങ്ങാറ്. എന്തേ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? ഇങ്ങുവാ. തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും മുത്തശ്ശി അവനെ കൈനീട്ടി വിളിച്ചു. അതു കേട്ടതും അഭിഷേക് കിടന്നിടത്തു നിന്നും ഒന്ന് തല പൊക്കി നോക്കി. ആ, എന്താടാ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇങ്ങുവാ. അഭിഷേക് കൂടി അവനെ വിളിച്ചതും വിഷ്ണു പതിയെ അവിടേക്ക് നടന്നു. അബി, നീയൊന്ന് എണീറ്റേ. ഇനി കുറച്ച് എൻ്റെ വിഷ്ണുമോൻ കിടക്കട്ടെ. മുത്തശ്ശി അബിയുടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെറുതെ പറഞ്ഞു. ഞാൻ എഴുന്നേൽക്കാനോ? ഓ പിന്നെ, അവന് വേണമെങ്കിൽ ആ സൈഡിലെങ്ങാനും കിടന്നോട്ടെ. മുത്തശ്ശിയുടെ അരക്കെട്ടിലൂടെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് അഭിഷേക് പറഞ്ഞു. അവൻ അങ്ങനെ പലതും പറയും, മോൻ അത് കാര്യമാക്കേണ്ട, മുത്തശ്ശി വിഷ്ണുവിനോട് പറഞ്ഞു. വേണ്ട മുത്തശ്ശി, ഞാനിവിടെ ഇരുന്നോളാം. മുത്തശ്ശിയോട് അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു മുത്തശ്ശിക്ക് അരികിലായി ഇരുന്നു. അതെന്താ, നിങ്ങൾ ഒരു പ്രായമല്ലേ? അപ്പോൾ ഇവനെപ്പോലെ തന്നെയാ എനിക്ക് നീയും. ഇനി മുത്തശ്ശിയുടെ മടിയിൽ കിടക്കാൻ കുറച്ചിലാണെങ്കിൽ എൻ്റെ മോൻ അവിടെ ഇരുന്നോളൂ. അത് കേട്ടതും വിഷ്ണുവിന് ആകെ എന്തോ പോലെയായി. സ്വപ്നങ്ങളിൽ മാത്രം താൻ കണ്ടിട്ടുള്ള ഒരു ലോകം, അതാണ് ഇവിടെ വന്നത് മുതൽ താൻ അനുഭവിക്കുന്നത്.
അമ്മയുടെ സ്നേഹം കൊതി തീരുവോളം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അച്ഛനുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയാണ് ഇതുവരെയും ജീവിച്ചത്. സ്നേഹത്തിനു വേണ്ടി മാത്രം കൊതിച്ച ഒരു മനസ്സാണ് തൻ്റേത്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ താൻ എങ്ങനെയാണ് മുത്തശ്ശിയെ നിരസിക്കുന്നത്? മുത്തശ്ശിയെ നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടല്ല. മടിയിൽ കിടക്കുന്ന അഭിഷേകിനെ കണ്ടപ്പോഴേ ഒരു കൊതി തോന്നിയിരുന്നു. തനിക്കും ഇങ്ങനെ ഒന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. കാല് വേദനിക്കും മുത്തശ്ശി. വിഷ്ണു പറഞ്ഞതും മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ഈ ചെക്കൻ്റെ സ്ഥിരം പണിയാ, എന്നും കളി കഴിഞ്ഞു വന്ന എൻ്റെ മടിയിൽ വന്നൊരു കിടത്തം. എന്നിട്ട് വേദനിക്കുന്നില്ലാലോ. എന്നാ കിടന്നാലോ പോരാ, ദേ ഈ തല മൊത്തം ഇങ്ങനെ വിരലോടിക്കണം. മുത്തശ്ശി അഭിഷേകിനെ നോക്കി പറഞ്ഞതും അഭിഷേക് മുത്തശ്ശിയെ നോക്കി ഒന്ന് വെളുക്കനെ ചിരിച്ചു കാണിച്ചു. ഇനി മോൻ കൂടി കിടന്നെന്ന് വെച്ച് എനിക്ക് ഒരു പ്രശ്നവും വരാനില്ല. മുത്തശ്ശി അത് പറഞ്ഞതും വിഷ്ണു പതിയെ മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അവർ തൻ്റെ മടിയിൽ കിടക്കുന്ന 2 പേരുടെയും മുടിയിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ടിരുന്നു. എല്ലാം ഒരു സ്വപ്നം എന്ന പോലെ വിഷ്ണു ഏതോ ഒരു ലോകത്തായിരുന്നു. ചുളിവ് വീണ കൈവിരലുകൾ പതിയെ തൻ്റെ മുടികൾക്കിടയിലൂടെ ഒഴുകി നടക്കുമ്പോൾ അവൻ്റെ നെഞ്ച് നീറി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാകണം കണ്ണുകൾ ഈറനണിഞ്ഞത്. കൈപ്പേറിയ ഓർമ്മകൾക്കിടയിലേക്ക് മധുരമുള്ള സുഖമുള്ളൊരു തണുപ്പ് ഇരച്ചെത്തുന്നത് അവൻ അറിഞ്ഞു. അവൻ പതിയെ കണ്ണുകൾ അടച്ചു. ആ വിരലുകളുടെ മാന്ത്രികതയാണോ അതോ ആദ്യമായി അനുഭവിക്കുന്നതുകൊണ്ടോ എന്തോ അവൻ പതിയെ മയക്കം പിടിച്ചു തുടങ്ങിയിരുന്നു. അല്പം കഴിഞ്ഞതും അഭിഷേക് മെല്ലെ എഴുന്നേറ്റ് പോയിരുന്നു. മുത്തശ്ശി തൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നവനിലേക്കൊന്ന് നോക്കി. കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായി കിടന്നുറങ്ങുന്ന അവനെ കാണുമ്പോൾ വല്ലാത്തൊരു നിഷ്കളങ്കത തോന്നി. അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അഭിഷേക് അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഓർമ്മ വന്നത്. അവനൊരു പാവമാ, അവൻ ആരുമില്ല, അവനെ ആർക്കും വേണ്ട, അവൻ ഒറ്റയ്ക്കാ. അഭിഷേക് പറഞ്ഞ ആ വാചകങ്ങളായിരുന്നു ആ വൃദ്ധയുടെ ഉള്ളിലാകെ നിറഞ്ഞു നിന്നത്. അവരൊരു അലിവോടെ അവനെ ഒന്ന് നോക്കി. അപ്പോഴും അവരുടെ വിരലുകൾ അവൻ്റെ മുടിയിലൂടെ തലോടുന്നുണ്ടായിരുന്നു. ഏറെ നേരത്തിന് ശേഷം വിഷ്ണു കണ്ണുകൾ പതിയെ തുറന്നതും അവൻ ഞെട്ടിയൊന്ന് ചുറ്റും നോക്കി. നേരത്തെ അഭിഷേകിൻ്റെ കൂടെ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. മുടികൾക്കിടയിലൂടെ ഒഴുകി നടന്ന ആ വിരലുകൾ തന്ന ഒരു പ്രത്യേക സുഖത്താൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയതാണ്. അപ്പോഴാണ് തൻ്റെ തലയ്ക്കടിയിൽ വെച്ച തലയണയിലേക്കും പുതച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലേക്കും അവൻ്റെ നോട്ടം ചെന്നത്. അവനൊന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കുമ്പോഴാണ് അഭിഷേക് ഉമ്മറത്തു നിന്നും അകത്തേക്ക് വന്നത്. ഹാ, നീ എഴുന്നേറ്റോ? എന്തൊരു ഉറക്കമാടാ ഇത്? അവൻ അരികിൽ വന്നിരുന്നു കൊണ്ട് അഭിഷേക് ചോദിച്ചു. വിഷ്ണു അവനെ ഒന്ന് നോക്കി ചിരിച്ചു. മുത്തശ്ശി എവിടെ? അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. മുത്തശ്ശി കുറച്ചു മുൻപാണ് അകത്തേക്ക് പോയത്. നീ നല്ല ഉറക്കായിരുന്നു, അഭിഷേക് പറഞ്ഞു. ആടാ, കുറേ കാലത്തിന് ശേഷം ഇന്ന് നന്നായൊന്ന് ഉറങ്ങി. മുത്തശ്ശിയുടെ വിരലുകൾക്ക് വല്ലാത്തൊരു മാന്ത്രികതയുള്ളതുപോലെ. എത്ര പെട്ടെന്നാ ഉറങ്ങിപ്പോയത്? വിഷ്ണു ഒരു ചിരിയോടെ പറഞ്ഞു. അത് നീ പറഞ്ഞത് സത്യമാണ്. മുത്തശ്ശിയുടെ വിരലുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ എന്നും ആ മടിയിൽ പോയി തലവെച്ച് കിടക്കുന്നേ? വിഷ്ണു പറഞ്ഞതിനോട് ശരിവെച്ചെന്ന വണ്ണം അഭിഷേക് പറഞ്ഞു. വിഷ്ണു ഒന്ന് അവനെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് അഭിഷേകിൻ്റെ അച്ഛൻ ജയദേവൻ അങ്ങോട്ട് വരുന്നത്. അയാളെ കണ്ടതും വിഷ്ണു വേഗം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ആ, മോൻ എഴുന്നേറ്റോ? ഞാൻ വരുമ്പോൾ മോൻ നല്ല ഉറക്കായിരുന്നു, അതാ വിളിക്കാതിരുന്നത്. അയാൾ വിഷ്ണുവിനെ നോക്കി നേർത്തൊരു ചിരിയോടെ പറഞ്ഞതും വിഷ്ണു അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്തേ അവിടെ കിടന്നത്? അകത്ത് കിടക്കായിരുന്നല്ലോ. അയാൾ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. അത് ഞാൻ മുത്തശ്ശിയുടെ മടിയിൽ കിടന്നപ്പോൾ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. അവനൊരു നേർത്ത ചിരിയോടെ പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് അവനെ നോക്കി ചിരിച്ചു. അത് ശരിയാ, പണ്ട് ഞാനും അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുമായിരുന്നു. കിടക്കുന്നതേ ഓർമ്മയുണ്ടാവൂ. അമ്മ തലയിൽ കൈവെക്കാൻ തുടങ്ങിയാൽ എവിടെ നിന്നാ ഉറക്കം വരാന്നറിയില്ല. അപ്പോൾ ഉറങ്ങിപ്പോകും. ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളുമായി 100 കൂട്ടം തിരക്കായില്ലേ. അതുകൊണ്ട് എനിക്ക് പകരം ദേ ഇവൻ ആ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തു. അയാൾ അഭിഷേകിനെ നോക്കി പറഞ്ഞു നിർത്തി. വിഷ്ണു ഒന്ന് പതിയെ ചിരിച്ചു. അവന് അത്ഭുതമായിരുന്നു അയാളുടെ സംസാരം കേട്ടിട്ട്. ഒരു പരിചയവുമില്ലാത്ത തന്നോട് അയാൾ എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നേ. അതേസമയം അവന് അവൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. എന്നും തന്നെ വാക്കുകൾ കൊണ്ടും അല്ലാതെയും വേദനിപ്പിച്ച അച്ഛൻ. നെഞ്ചിലെവിടെയോ ഒരു കൊളുത്തിപ്പിടുത്തം. അവന് വല്ലാത്ത വേദന തോന്നി. സമയം ഒരുപാടായി, മക്കള് കൈ കഴുകി വന്നോളൂ, ഭക്ഷണം കഴിക്കാം. അഭിഷേകിൻ്റെ അമ്മയാണ് അത് പറഞ്ഞത്. ഞാനും കഴിച്ചിട്ടില്ല, നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് കൈ കഴുകി മേശയ്ക്കരികിലേക്ക് ചെന്നു. അമ്മയുടെ കൂടെ അനുപമയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വലിയൊരു മേശയായിരുന്നു അത്. എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇരുന്നതും വിഷ്ണുവിൻ്റെ കണ്ണുകളൊന്ന് ചുറ്റും പാഞ്ഞു. മുത്തശ്ശി ഇരിക്കുന്നില്ലേ? വിഷ്ണു മെല്ലെ ചോദിച്ചു. അമ്മ കുറച്ചു മുൻപ് കഴിച്ചു, ഇപ്പൊ കിടന്നതേ ഉള്ളൂ. വിഷ്ണു ഒന്ന് മൂളി. എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അത്താഴം കഴിച്ചു. അവൻ അതെല്ലാം ആദ്യത്തെ അനുഭവമായിരുന്നു. വീട്ടിലാവുമ്പോൾ താൻ തന്നെയാണ് തനിക്കുള്ള ഭക്ഷണം എടുത്തു വിളമ്പി കഴിക്കാറ്. ചെറിയമ്മ അവരുടെ മോന് ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ടെങ്കിലും ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് താൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമായിരിക്കും. അന്നും താൻ തനിച്ചായിരുന്നു. അവനൊന്ന് നിശ്വസിച്ചു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മുറിയിലെത്തി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫുള്ളി ചാർജഡ് എന്ന് കാണിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫാക്കി ഫോൺ കയ്യിലെടുത്തെങ്കിലും പിന്നെ എന്തോ തോന്നി മേശപ്പുറത്ത് തന്നെ വെച്ചു. പതിയെ ജനലിനോരം ചെന്ന് മരത്തിന്റെ വാതിൽപ്പാളി പതിയെ തുറക്കാൻ ശ്രമിച്ചതും അതൊരു ചെറിയ ശബ്ദത്തോടെ തുറന്നു വന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നല്ല നിലാവുള്ളത് കൊണ്ടാവണം ദൂരെയായി കുളത്തിലെ ജലപ്പരപ്പ് ചെറിയൊരു വ്യക്തതയോടെ കാണാം. രാത്രിയിൽ മാത്രം പൂക്കുന്ന നിശാഗന്ധിയുടെ മാസ്മരിക സുഗന്ധവും കൊണ്ട് പാതിരാക്കാറ്റ് പതിയെ അകത്തേക്ക് വന്നതും അവൻ കണ്ണുകൾ പതിയെ അടച്ചു പിടിച്ചുകൊണ്ട് അത് ആസ്വദിച്ചു. അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് രാക്കിളികൾ പോലും തനിക്കായി പാടുന്നുണ്ടെന്ന് അവന് തോന്നി. കണ്ണുകൾ വീണ്ടും ദൂരെ കാണുന്ന നിലാവിലേക്ക് നോട്ടം പായിച്ചു. പിന്നീട് എപ്പോഴോ ഇരുൾ മൂടിയ മേഘക്കീറ് വന്ന് നിലാവിനെ മൂടിയപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. അത്രയും നേരം അവൻ വേറെ ഏതോ ലോകത്തായിരുന്നു, അവൻ്റേത് മാത്രമായ ലോകത്ത്. ജനൽപ്പാളി പതിയെ അടച്ചുകൊണ്ട് അവൻ കട്ടിലിൽ വന്നു കിടന്നു. അപ്പോഴും ദൂരെ നിന്ന് ആ രാക്കിളി പാടുന്നുണ്ടെന്ന് അവന് തോന്നി. പെട്ടെന്ന് വന്നൊരു ആർത്തലച്ച മഴയിൽ ആ കിളിപ്പാട്ട് അമർന്നു പോയതും അവനും പതിയെ കണ്ണുകൾ അടച്ചു. രാത്രി നേരം വൈകി കിടന്നിട്ടും പിറ്റേന്ന് 6 മണിയോടടുത്തിരുന്നു അവൻ എഴുന്നേൽക്കുമ്പോൾ. മുറിയിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതുകൊണ്ട് തന്നെ അവൻ കുളിച്ച് ഫ്രഷ് ആയ ശേഷം നേരെ ചെന്നത് അവൻ്റെ മുറിയോട് ചേർന്നുള്ള മുറിയിലേക്കാണ്. അതായിരുന്നു അഭിഷേകിൻ്റെ മുറി. മുറിയുടെ വാതിൽ പതിയെ തുറക്കാൻ നോക്കിയതും ലോക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് തുറന്നു പോയിരുന്നു. അകത്ത് ചെന്നതും കണ്ടു കമിഴ്ന്നു കിടന്ന് ബോധമില്ലാതെ ഉറങ്ങുന്ന അബിയെ. അത് കണ്ടതും വിഷ്ണുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അബി, നേരം വെളുത്തു. വിഷ്ണു പറഞ്ഞതും അഭിഷേക് ഒന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു. അബി, വിഷ്ണു പതിയെ വീണ്ടും വിളിച്ചതും അബി കണ്ണു തുറക്കാതെ ഒന്ന് ചിണുങ്ങി. എൻ്റെ വിച്ചു, ഇന്നലെ ആ സാധനം ഫോൺ എപ്പോഴാ ഒന്ന് വെച്ചതെന്ന് അറിയോ? ഞാൻ കുറച്ചു മുൻപാ ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയത് തന്നെ. പോരാത്തതിന് തണുപ്പും. ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ. നീയും വാ, ഇവിടെ കയറി കിടന്നോ. അഭിഷേക് കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. വിഷ്ണു അത് കേട്ടതും ഒരു ചിരിയോടെ അവനെ ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്തു. പിന്നെ പതിയെ താഴേക്ക് ചെന്നു. അഭിഷേക് ഇല്ലാതെ തനിച്ച് താഴേക്ക് ചെല്ലാൻ അവന് വല്ലാത്ത മടി തോന്നിയിരുന്നു. പിന്നെ കുളിച്ചതുകൊണ്ട് തന്നെ അകത്ത് ചടഞ്ഞുകൂടിയിരിക്കാൻ അവന് തോന്നിയില്ല. അവൻ താഴേക്ക് ചെന്നതും കണ്ടു ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുന്ന അച്ഛനെ. അവനെ കണ്ടതും അയാളൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, നേരത്തെ എഴുന്നേറ്റോ? ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്ഥലം മാറിക്കിടന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയോ? അയാൾ അവനോട് ചോദിച്ചു. നന്നായിരുന്നു, കുറേ കാലങ്ങൾക്ക് ശേഷം നന്നായൊന്നുറങ്ങി, വിഷ്ണു പറഞ്ഞു. എന്തിനാ തണുപ്പത്ത് രാവിലെ തന്നെ കുളിച്ചത്? വെയിൽ വന്നിട്ട് കുളിച്ചാ പോരായിരുന്നില്ലേ? അച്ഛനുള്ള ചായ ഗ്ലാസുമായി ഉമ്മറത്തേക്ക് വന്ന അമ്മ അവൻ്റെ നനഞ്ഞ മുടി കണ്ട് ചോദിച്ചു. അവൻ അതിനൊന്ന് വെറുതെ ചിരിച്ചു കാണിച്ചു. ചായ ഞാൻ ഇപ്പോൾ കൊണ്ടുതരാം. അതും പറഞ്ഞ് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് മുത്തശ്ശി ഉമ്മറത്തേക്ക് വന്നത്. കുളിച്ച് നേരി തൊടുത്ത മുത്തശ്ശിയെ കണ്ടാലറിയാം അമ്പലത്തിലേക്കാണെന്ന്. ആ മോൻ്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞോ കുട്ടി? മുത്തശ്ശി അവൻ്റെ ഈറനണിഞ്ഞ മുടി കണ്ട് ചോദിച്ചു. ആ മുത്തശ്ശി, വിഷ്ണു ഒരു ചിരിയോടെ പറഞ്ഞു. എന്നാ എൻ്റെ കൂടെ പോരുന്നോ അമ്പലത്തിലേക്ക്? എനിക്കൊരു കൂട്ടുമാകും. മോൻ ഇവിടെയൊക്കെ കാണുകയും ചെയ്യാലോ. മുത്തശ്ശി പറഞ്ഞതും അവൻ വരാമെന്ന് പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. ചായ വേണ്ടേ കുട്ടിയെ നിനക്ക്? അമ്മ പിന്നിൽ നിന്നും ചോദിച്ചു. വേണ്ട, അമ്പലത്തിലേക്കല്ലേ, പോയി വന്നിട്ട് കുടിച്ചോളാം. അവൻ അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കൂടെ മുൻപോട്ട് നടന്നു. പാവം കുട്ടി. അവൻ പോകുന്നത് നോക്കി അമ്മ പറഞ്ഞതും അച്ഛൻ വായിച്ചുകൊണ്ടിരുന്ന പേപ്പറിൽ നിന്നും ഒന്ന് മുഖമുയർത്തി നോക്കി. പടിപ്പുര കഴിഞ്ഞ് അവർ മറയുവോളം അയാളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു. പടിപ്പുരയ്ക്ക് മുൻപിലൂടെയാണ് ടാറിട്ട റോഡ് കടന്നു പോകുന്നത്.
അതിന് തൊട്ടു താഴെ പാടമാണ്. അതിന്റെ വരമ്പത്തുകൂടെ നേരെ നടന്നാൽ കാണുന്ന കരിങ്കല്ല് കൊണ്ടുള്ള പടിക്കെട്ടുകൾ കയറിയാൽ എത്തുന്നത് അമ്പലപ്പറമ്പിലേക്കാണ്. രാവിലെ തണുപ്പത്ത് വയലേലകൾക്ക് നടുവിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നിയിരുന്നു അവന്. അമ്പലമെത്തുവോളം മുത്തശ്ശി നിർത്താതെ ഓരോന്ന് പറയുന്നുണ്ട്. അതെല്ലാം ആദ്യത്തെ അനുഭവമായതുകൊണ്ട് തന്നെ അവൻ അതെല്ലാം നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. അമ്പലത്തിൽ ഒരുപാട് ആളുകളൊന്നും ഇല്ലെങ്കിലും വരുന്നവരൊക്കെ മുത്തശ്ശിയോട് വന്ന് വിശേഷങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴെല്ലാം മുത്തശ്ശി വിഷ്ണുവിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. വരുന്നവരെല്ലാം ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അഭിമോന്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വല്ലാത്തൊരു വാത്സല്യവും അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. മോനെ, 1-2 വഴിപാട് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി നേരെ നടന്നത് വഴിപാട് കൗണ്ടറിലേക്കായിരുന്നു. വിഷ്ണുവും അവരുടെ കൂടെ ചെന്നു. അഭിഷേകിന്റെ പേരും നാളും പറഞ്ഞ് മുത്തശ്ശി ഷീട്ടാക്കുമ്പോൾ അവൻ അവർക്ക് അരികിൽ വെറുതെ നിന്നു. വിഷ്ണു, പൂരം, കൂവളമാല. മുത്തശ്ശി അത് പറഞ്ഞതും അവനൊന്ന് ഞെട്ടി. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊരു കാര്യം. അവൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി. നെഞ്ചിലെവിടെയോ വീണ്ടും ചോര പൊടിഞ്ഞു തുടങ്ങി. ഇന്നേ വരെ താൻ അനുഭവിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ മുതൽ തനിക്ക് ചുറ്റും നടക്കുന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ ജീവിച്ച തനിക്ക് ഇതെല്ലാം വിലമതിക്കാനാവാത്തതാണ്. അമ്മയുടെ അമ്മയെയും അച്ഛനെയും കണ്ട ഒരോർമ്മ പോലുമില്ല. അമ്മയുടെ കല്യാണത്തിന് മുൻപേ അവർ മരിച്ചു പോയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അവസ്ഥ. അവരെയും കണ്ടതായി ഒരോർമ്മയില്ല. ഇതൊന്നും വേണ്ടായിരുന്നു മുത്തശ്ശി, അവൻ പതിയെ പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി അവനെ ഒന്ന് തലയുയർത്തി നോക്കി. എന്തേ, ഞാൻ മോൻ്റെ ആരുമല്ലാഞ്ഞിട്ടാണോ? മുത്തശ്ശി ചോദിച്ചു. അയ്യോ, അങ്ങനെയല്ല. അവന് മുത്തശ്ശിയോട് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അഭിയും നീയും ഒക്കെ ഒരുപോലെയാ. ഒരു മക്കളെയും വേർതിരിച്ചു കാണാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. അവരവനെ വാത്സല്യത്തോടെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നിയതും അവൻ വേഗത്തിൽ അവരിൽ നിന്നും നോട്ടം മാറ്റി. അവന്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടിട്ടാകണം മുൻപോട്ട് നടക്കുമ്പോൾ മുത്തശ്ശി അവന്റെ കൈകളിൽ അമർത്തി പിടിച്ചിരുന്നു. അന്നത്തെ ദിവസം പതിയെ മുൻപോട്ട് കടന്നുപോയി. ആ വീട്ടിലെ എല്ലാവരുമായും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവന് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു. അഭിഷേകിനെ നോക്കുന്നത് പോലെ തന്നെ അവർ തന്നെയും നോക്കുന്നുണ്ടെന്ന് അവന് തോന്നി. 2 ദിവസം വേഗത്തിൽ കടന്നുപോയി. അപ്പോഴേക്കും വിഷ്ണുവും ആ കുടുംബത്തിലെ ഒരാളായി മാറിയിരുന്നു. എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. കുറച്ച് മുൻപേ അപ്ലൈ ചെയ്തതായിരുന്നു. ഇപ്പോഴാ അവരുടെ റിപ്ലൈ വന്നത്. 2 ദിവസം കൊണ്ട് ജോയിൻ ചെയ്യണമെന്നാ പറയുന്നേ. അന്ന് രാത്രി എല്ലാവരും ഹാളിൽ ഒരുമിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണു അത് പറഞ്ഞത്. അത് കേട്ടതും എല്ലാവരും അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ആ സന്തോഷം ആരുടെ മുഖത്തും കാണാനില്ലായിരുന്നു. മുത്തശ്ശിക്കായിരുന്നു ഏറെ സങ്കടം. വേണ്ട, മോനിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകണ്ട. നമുക്ക് വേറെ ജോലി ശരിയാകും. ഞാൻ നിന്നെ എവിടേക്കും വിടില്ല. മുത്തശ്ശിയായിരുന്നു അത് പറഞ്ഞത്. അത് കേൾക്കെ അവനൊന്ന് ചിരിച്ചു. അവരങ്ങനെ പറയുന്നത് തന്നോടുള്ള അതിയായ വാത്സല്യം കൊണ്ടാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവനെന്തോ വല്ലായ്മ തോന്നി. വളരെ കുറച്ച് ദിവസങ്ങൾ ആണെങ്കിൽ പോലും വല്ലാത്തൊരു ആത്മബന്ധം അവരുമായി ഉടലെടുത്തിരുന്നു. ഏറ്റവും വിഷമം തോന്നുന്നത് മുത്തശ്ശിയെ പിരിയുന്നത് ഓർത്തിട്ടാണ്. പക്ഷേ എന്നായാലും ഇവിടെ നിന്ന് താൻ പോയല്ലേ പറ്റൂ. അത് എത്രയും പെട്ടെന്നാണെങ്കിൽ നല്ലത്. കാരണം ഇനിയും ഒരുപാട് ദിവസം ഇവിടെ നിന്നാൽ പിന്നെ ഇവിടെ നിന്നും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് താൻ തന്നെയായിരിക്കും. ആരുമില്ലാത്ത തനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിയത് ഇവിടെ വന്നപ്പോഴാണ്. അവനൊന്ന് നിശ്വസിച്ചു. ബാംഗ്ലൂർ എന്ത് ജോലിയാ റെഡിയായത്? തെല്ലൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അച്ഛൻ ചോദിച്ചു. അവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണ്. വലിയതല്ല, ചെറിയൊരു കമ്പനിയിലാണ്, വിഷ്ണു പറഞ്ഞു. സാലറി എത്രയുണ്ട്? അച്ഛൻ വീണ്ടും ചോദിച്ചു. 20, അവൻ പറഞ്ഞു. റെന്റും ഫുഡും എല്ലാം കുറച്ചിട്ടാണോ? അല്ല, അതെല്ലാം നമ്മൾ എടുക്കണം. പിന്നെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വിഷ്ണു അത് പറഞ്ഞതും അയാളൊന്ന് മൂളി. മുത്തശ്ശി പറഞ്ഞിട്ട് മോന് പോണമെന്നാണെങ്കിൽ മോൻ പൊയ്ക്കോ. അവിടെ പോയാൽ തനിച്ചല്ലേ എന്ന് ഓർത്തിട്ടാ മുത്തശ്ശി പറഞ്ഞത്. അത്രയും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുമ്പോൾ അവന് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നും തനിച്ച് തന്നെയാണ് മുത്തശ്ശി. ഇനിയും അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് നിശബ്ദം കരയുന്നുണ്ടായിരുന്നു അപ്പോൾ. മുത്തശ്ശിയുടെ കണ്ണുകളിലും നനവ് പടർന്നിട്ടുണ്ടെന്ന് അവന് തോന്നി.
തനിക്ക് വേണ്ടി കരയുന്ന തൻ്റെ ആരുമല്ലാത്തൊരാൾ. പക്ഷേ ഹൃദയം കൊണ്ട് അവർ തൻ്റെ ആരോ ആണെന്ന് മനസ്സ് പറയുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇത്ര കാലം താൻ കാത്തിരുന്ന ജോലി ഇന്ന് കയ്യിലെത്തിയിട്ടും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം ഈ വീടും വീട്ടുകാരും നാടുമൊക്കെയാണെന്ന് അവന് തോന്നി. ഏറെ നേരത്തിനു ശേഷം അവൻ്റെ കണ്ണുകൾ നിദ്രയെ പുൽകുമ്പോൾ ദൂരെ രാക്കിളി അതിൻ്റെ പാട്ട് പാടി തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ അബി ഉറക്കം തന്നെയായിരുന്നു. ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്ന അച്ഛനെ കണ്ടതും വിഷ്ണു ഒന്ന് ചിരിച്ചു. ആ മോൻ എഴുന്നേറ്റോ? ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ഇരിക്കായിരുന്നു. അയാൾ പറഞ്ഞു തുടങ്ങിയതും വിഷ്ണു അയാൾക്കരികിലേക്ക് ചെന്നു. എന്താ അങ്കിൾ? എന്താണെങ്കിലും അങ്കിൾ പറഞ്ഞോളൂ, വിഷ്ണു പറഞ്ഞു. നിനക്ക് ബാംഗ്ലൂരിലെ ജോലിക്ക് പോകണമെന്നുണ്ടോ? 20,000 രൂപയിൽ നിന്ന് റെന്റും നിന്റെ ചെലവും എല്ലാം കുറച്ചാൽ പിന്നെ നിന്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? അവിടെ ജീവിക്കാൻ ആ പൈസയൊന്നും മതിയാവില്ല മോനെ. നമ്മുടെ കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്. അടുത്ത ആഴ്ച ഇന്റർവ്യൂ വെക്കാൻ ഇരിക്കുകയായിരുന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വേക്കൻസി നിനക്ക് തരാം. അയാൾ അത് പറയുമ്പോൾ അവന് തിരിച്ചെന്ത് പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു. അവൻ നോക്കുമ്പോൾ വാതിൽക്കൽ അവനെയും നോക്കി ചിരിച്ചുകൊണ്ട് അബി നിൽക്കുന്നുണ്ട്. അബിയുടെ നിറഞ്ഞ പുഞ്ചിരിയിലേക്ക് വിഷ്ണു നന്ദിയോടെ നോക്കി. ശേഷം അവൻ്റെ അച്ഛനെയും. അപ്പോഴും അബിക്ക് അറിയാമായിരുന്നു വിഷ്ണുവിന് വേണ്ടിയുള്ള ആ ഒഴിവ് അത് അച്ഛൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണെന്ന്. ഇതറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം മുത്തശ്ശിക്കായിരുന്നു. അവരവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ അബിയുടെ അച്ഛൻ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം നീങ്ങിപ്പോയിരുന്നു. ആ വീടിനോടും വീട്ടുകാരോടും വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ടെങ്കിലും എത്രയായാലും അത് കൂട്ടുകാരൻ്റെ വീടാണ്. അവിടെ സ്ഥിരതാമസമാക്കുന്നതിനോട് വിഷ്ണുവിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ വാടകയ്ക്കൊരു വീടെടുത്ത് മാറുന്നതിനെപ്പറ്റി അവരോട് പറഞ്ഞതും. എന്നാൽ അഭിഷേകിൽ നിന്നും വിഷ്ണുവിനെ കുറിച്ചറിഞ്ഞ ശേഷം മുത്തശ്ശിക്ക് അവനോട് വല്ലാത്തൊരു അലിവ് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ദൂരേക്കെങ്ങും വിടാൻ അവർക്ക് മനസ്സ് വന്നില്ല. പക്ഷേ ആർക്കും ഒരു ശല്യമാകരുതെന്ന അവൻ്റെ മനസ്സിനെ കൂടി കണക്കിലെടുത്താണ് അവരവന് അവരുടെ വീടിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൗസ് വാടകയ്ക്ക് എന്ന പേരിൽ കൊടുത്തത്. ഇതിനോടകം തന്നെ വിഷ്ണു മനസ്സിലാക്കിയിരുന്നു അബിയിൽ നിന്നും അവർ തന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. സഹതാപമാണോ ദയയാണോ എന്നറിയില്ല. എന്നാലും അവരുടെയെല്ലാം കളങ്കമില്ലാത്ത സ്നേഹത്തിൽ അവനും എപ്പോഴോ വീണുപോയിരുന്നു. അന്ന് വൈകുന്നേരം മുറിയുടെ ജനലിനോരം ചെന്ന് നിൽക്കുമ്പോഴാണ് വീടിനു മുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിന്നത്. അവൻ വെറുതെ ഒന്ന് അവിടേക്ക് നോക്കിയതും അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ഒരു പെൺകുട്ടിയാണ്. അബിയുടെ ഫോണിൽ ഫോട്ടോ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അത് അവൻ്റെ അനുപമയാണെന്ന് വിഷ്ണുവിന് വേഗം മനസ്സിലായി. അവനൊരു ചിരിയോടെ നോട്ടം മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് പിറകിലായി ഇറങ്ങിയവളെ അവൻ കാണുന്നത്. ഭാഗ്യശ്രീ, അവളെന്താ ഇവിടെ? ആ ചിന്തയോടെ നിൽക്കുമ്പോഴേക്കും അവർ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അവൻ തൊട്ടടുത്ത ജനലിനോരം ചെന്നു നിന്നു. ഇപ്പോൾ ഉമ്മറത്തേക്ക് നല്ല വ്യക്തമായി കാണാം. മുത്തശ്ശിയും 2 അമ്മമാരും ഉമ്മറത്തുണ്ട്. എത്രയായി കുട്ടി കണ്ടിട്ട്? ഇവിടേക്കുള്ള വഴിയൊക്കെ മറന്നോ? മുത്തശ്ശി ഭാഗ്യശ്രീയുടെ നെറുകിലൂടെ തലോടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം അവൾ ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലേ അവൻ ചിന്തിച്ചു. എന്തായാലും ബസ്സിന്റെ സമയം കഴിഞ്ഞത് നന്നായി. അതുകൊണ്ടല്ലേ മുത്തശ്ശിക്ക് മോളെ ഒന്ന് കാണാനായത്? മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. മുത്തശ്ശിക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് അവന് തോന്നി. അവൻ മെല്ലെ അവിടേക്ക് ചെന്നു. അബിയുടെ അമ്മ കൊടുത്ത ജ്യൂസ് ഗ്ലാസ് ചുണ്ടോട് ചേർക്കുമ്പോഴാണ് ഹാളിലായി നിൽക്കുന്ന വിഷ്ണുവിനെ ഭാഗ്യശ്രീ കാണുന്നത്. ഒരു നിമിഷം അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാരണം അവനെ അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെ കണ്ട് ഞെട്ടിയിരിക്കുന്ന അവളെ കണ്ട് വിഷ്ണുവിന് ചിരി വന്നു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. അപ്പോഴാണ് അവൾക്കത് അവൻ തന്നെയാണെന്ന് ഉറപ്പായത്. അവളും ഒന്ന് അവനെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അനുപമ വിഷ്ണുവിന് അരികിലേക്ക് വന്നിരുന്നു. ഞാൻ അനുപമ. അബിയേട്ടൻ എപ്പോഴും പറയാറുണ്ട് വിഷ്ണുവേട്ടനെ പറ്റി. അനുപമ പറഞ്ഞതും വിഷ്ണു അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അബി ഇയാളെക്കുറിച്ചും പറയാറുണ്ട്. വിഷ്ണു അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുള്ളതായി അവന് തോന്നി. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ചെറിയൊരു യാത്രയിലായിരുന്നു. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ്. ഭാഗ്യശ്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുപമ പറഞ്ഞു തുടങ്ങിയതും വിഷ്ണുവിൻ്റെ പുഞ്ചിരിയോടെയുള്ള മറുപടി എത്തിയിരുന്നു. ഭാഗ്യശ്രീയെ എനിക്കറിയാം. ഞങ്ങളൊരു നാട്ടുകാരാണ്, വിഷ്ണു പറഞ്ഞു.
അവനത് പറഞ്ഞതും എല്ലാവർക്കും അതിശയമായിരുന്നു. ആഹാ, എന്നിട്ട് നീ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഭാഗ്യശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനുപമ ചോദിച്ചതും ഭാഗ്യശ്രീക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. അത് അവൾ എന്നെ കണ്ട ഞെട്ടലിലാണ്. ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഇവൾ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്ന ഭാഗ്യശ്രീയെ നോക്കി നേർത്തൊരു ചിരിയോടെയാണ് വിഷ്ണു അത് പറഞ്ഞത്. ഭാഗ്യശ്രീ വിഷ്ണുവിനെ ഒന്ന് നോക്കി നേർമയിൽ ചിരിച്ചു. ഇവളുടെ ഇന്നത്തെ ലാസ്റ്റ് ബസ് മിസ്സായി. ഇനി നാളെയേ ബസ്സുള്ളൂ. അതുകൊണ്ടെന്താ, കുറെ നാളുകൾക്ക് ശേഷം ഇവളൊന്ന് ഇങ്ങോട്ട് വന്നു. മുത്തശ്ശി എപ്പോഴും പറയും ഇവളെ കണ്ടിട്ട് കുറേയായല്ലോ, കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ. അപ്പോഴൊക്കെ ഇവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ടായി. അനുപമയത് പറഞ്ഞത് വിഷ്ണുവിനെ നോക്കിയായിരുന്നു. അനുപമയുടെ സംസാരത്തിൽ നിന്നും അവളൊരു സംസാരപ്രിയയാണെന്ന് വിഷ്ണുവിന് തോന്നി. അന്ന് രാത്രി അത്താഴം കഴിച്ചത് അവരെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു. അബിയുടെ അച്ഛനടക്കം എല്ലാവർക്കും അവളോട് വല്ലാത്തൊരു അടുപ്പമുണ്ടെന്ന് അവന് തോന്നി. അവർക്ക് മാത്രമല്ല, അവളും അവരോടെല്ലാം നന്നായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ അവളെ നോക്കുമ്പോൾ അവളുടെ ഉള്ളം വല്ലാതെ അസ്വസ്ഥമാണെന്ന് വിഷ്ണുവിന് തോന്നുന്നുണ്ട്. കണ്ണുകളിൽ വല്ലാത്തൊരു ആഴക്കടൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ. അവനൊന്ന് നിശ്വസിച്ചു. അലമാരയിൽ എന്തോ തിരയുമ്പോഴാണ് പുറകിലൊരു കാലൊച്ച പോലെ അബിക്ക് തോന്നിയതല്ല, ആ കാലൊച്ചയുടെ അവകാശി ഇന്നിവിടെ എത്തിയതിനാൽ തന്നെ അത് യാഥാർത്ഥ്യമാണെന്ന് ഓർമ്മ വന്നതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൾ പതിയെ വാതിൽ ചാരി മെല്ലെ അവനരികിലേക്ക് നടന്നു. അവന്റെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ പുറത്തേക്ക് മുഖം ചേർത്ത് വെക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന അതേ പുഞ്ചിരി അവന്റെ ചുണ്ടിലും നിറഞ്ഞു നിന്നിരുന്നു. അത്രയ്ക്കും ജാടയാണെങ്കിൽ ഞാൻ പോവുക. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നിൽക്കുന്ന അബിയെ കണ്ട് അവൾ അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ അവളെ നിമിഷ നേരം കൊണ്ട് അവൻ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു. അവന്റെ നെഞ്ചിൽ വന്നു വീണതും അവളൊരു പിടച്ചിലോടെ അബിയെ നോക്കി. അബിയുടെ നോട്ടം കാണുമ്പോൾ അതുവരെയുണ്ടായിരുന്ന അവളുടെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. നീ നേരത്തെ എന്താ പറഞ്ഞേ? എനിക്ക് ജാടയാണ്, അതുകൊണ്ട് നീ പോവുകയാണെന്ന് അല്ലേ? അവളുടെ ഇടുപ്പിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൻ അവളോട് ചോദിച്ചു. അവളൊന്നും പറയാതെ തല കുനിച്ചു നിന്നു. അല്ല, അതൊക്കെ പോട്ടെ. ടൂറൊക്കെ കഴിഞ്ഞു വന്നിട്ട് നീ എന്താ നിന്റെ അബിയേട്ടന് കൊണ്ടുവന്നേ? അബി അവളോട് ചോദിച്ചു. ഞാൻ അബിയേട്ടനൊരു ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ വലിയ ആവേശത്തോടെയാണ് പറഞ്ഞതെങ്കിലും അബിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കണ്ടില്ല. അത് കണ്ടതും അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്തേ, ഇഷ്ടായില്ലേ? അവൾ അവനോട് ചോദിച്ചു. ഇല്ല, ഇഷ്ടായില്ല. ആർക്ക് വേണം നിന്റെ ഒരു ഷർട്ട്? അവൻ തൊട്ടടുത്ത നിമിഷം തന്നെ അവളോട് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തരുന്നില്ല, പോരെ? അവൾ അതും പറഞ്ഞുകൊണ്ട് മുഖവും വിരിപ്പിച്ച് തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണിരുന്നു. ഒരൊറ്റ വലിക്ക് അവൻ അവളെ പിടിച്ചു വലിച്ച് വീണ്ടും അവന്റെ നെഞ്ചിലേക്കിട്ടു. അവൾ അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതിനാൽ ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. അവന്റെ നെഞ്ചിൽ ഇരു കൈകളും ചേർത്തു വെച്ചുകൊണ്ട് അവൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. അപ്പോൾ എന്തേ, പോകുന്നില്ലേ? അവളെ നോക്കി പുരികമുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അതിന് വിട്ടാലല്ലേ പോവാൻ പറ്റൂ? ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവൻ ചോദിച്ച അതേ രീതിയിൽ തന്നെ അവളും അവന് മറുപടി കൊടുത്തു. ഓ, അങ്ങനെയാണോ? എന്നാ നീ അങ്ങ് പൊയ്ക്കോ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മേലുള്ള പിടി വിട്ടു. അപ്പോഴും അവന്റെ നേർത്ത ചിരിയിലും നോട്ടത്തിലുമെല്ലാം എവിടെയോ ഒരു കുസൃതി ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ മുറിയിൽ നിന്നും പോകാനൊരുങ്ങിയതും അവൻ വീണ്ടും അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്കിട്ടിരുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? അവളുടെ രണ്ട് തോളിലൂടെയും കൈയിട്ടുകൊണ്ട് അവൻ ചോദിച്ചു. പിന്നെ പോവാൻ പറഞ്ഞാ പോവല്ലാതെ വരാൻ പറ്റുമോ? അവൾ കവിൾ വീർപ്പിച്ചു വെച്ചുകൊണ്ട് കള്ള ഗൗരവത്തോടെ അവനോട് ചോദിച്ചു. ഓ, അതോ? നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട്? എന്നിട്ട് കാണാതെ കണ്ടപ്പോൾ അവൾ എനിക്ക് കൊണ്ടുവന്നത് വെറുമൊരു ഷർട്ട്. അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് ചിറഞ്ഞു നോക്കി. ഷർട്ടല്ലെങ്കിൽ പിന്നെന്താ വേണ്ടേ? അത് ചോദിക്കുമ്പോൾ അവളിലുമുണ്ടൊരു കുസൃതി. അത് എന്താണേലും തരുമോ? അവനൊരു ചിരിയോടെ ചോദിച്ചു. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരും, അവൾ പറഞ്ഞു. നിന്റെ കയ്യിലൊക്കെയുണ്ട്, പക്ഷേ നീ തരേണ്ട, ഞാനായിട്ട് തന്നെ എടുത്തോളാം. അത് പറയുമ്പോൾ അവന്റെ നോട്ടം പോയത് അവളുടെ ചുണ്ടിലേക്കാണ്. അതു കണ്ടതും അവൾക്കാകെ വല്ലായ്മ തോന്നി. അവൾ പിടയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി.
ഒരു നിമിഷം പോലും താമസിക്കാതെ അവൻ അവളുടെ അധരങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു. അവന്റെ വലം കൈ അവളുടെ തലയുടെ പിറകിൽ പിടിച്ച് ബാലൻസ് ചെയ്യുമ്പോൾ അവൾ ഒരു കൈയാൽ അവന്റെ മുടിയിലും മറു കൈയാൽ അവന്റെ കൈയിലും അള്ളിപ്പിടിച്ചിരുന്നു. ചുംബനത്തിന്റെ തീവ്രത കൂടി വന്നതും അത്രമേൽ ഹൃദയം പകുത്തു പോകുന്നതുപോലെയൊരു അനുഭവം അവർ ഇരുവരെയും വന്നു പൊതിഞ്ഞു. പെട്ടെന്നാണ് വിഷ്ണു എന്നത്തെയും പോലെ അഭിയുടെ മുറിയിലേക്ക് കടന്നു വന്നത്. പകുതി മാത്രം അടച്ചു വെച്ചിരിക്കുന്ന വാതിൽ മെല്ലെ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന അവൻ ഉള്ളിലെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അഭിയും അവളും ഞെട്ടി അകന്നു മാറി. അത് ഞാൻ പെട്ടെന്ന് എന്നത്തെയും പോലെ വന്നപ്പോൾ അറിയാതെ, സോറി, ഞാൻ പിന്നെ വരാം. എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് വിഷ്ണു വേഗം പുറത്തേക്ക് നടന്നു. വിഷ്ണു തങ്ങളെ കണ്ടെന്ന് മനസ്സിലായതും അനുപമയ്ക്ക് എന്തോ പോലെ തോന്നിയിരുന്നു. അവൾ അഭിയെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഞാൻ കരുതി നീ വാതിലടച്ചിട്ടുണ്ടാകുമെന്ന്. അതും പറഞ്ഞ് അഭി അവളെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. അവിടെ നിന്നും പോരുമ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു ചടപ്പ് തോന്നി. ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല എന്ന് പോലും അവന് തോന്നിപ്പോയി അപ്പോൾ. എങ്കിലും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ നേരം. അവിടെ നിന്നും താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ബാൽക്കണിയിൽ നിൽക്കുന്ന ഭാഗ്യശ്രീയെ അവൻ കാണുന്നത്. ഒരു നിമിഷം അവിടേക്ക് പോകാനൊരു മടി അവന് തോന്നിയെങ്കിലും അവൻ മെല്ലെ അവിടേക്ക് തന്നെ നടന്നു. ഇതെന്താ ഇവിടെ വന്ന് തനിച്ചു നിൽക്കുന്നേ? അവൾക്ക് പുറകിൽ ചെന്നു നിന്ന് അവൻ അത് ചോദിച്ചപ്പോഴാണ് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. അവളുടെ മുഖത്തെ ഞെട്ടലിൽ നിന്നും തന്നെ അവൾ വേറെ ഏതോ ലോകത്തായിരുന്നെന്ന് അവന് മനസ്സിലായി. എങ്കിലും അവൻ അത് പുറത്ത് കാണിച്ചതേയില്ല. ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ. അവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു കാണിച്ചു. ആ ചിരിയിലേക്ക് നോക്കുമ്പോൾ ആ ചിരിക്ക് ഒട്ടും തെളിച്ചമുള്ളതായി അവന് തോന്നിയില്ല. എങ്കിലും അവനും ഒരു പുഞ്ചിരി അവൾക്ക് തിരിച്ചു കൊടുത്തു. നാളെ പോകുന്നുണ്ടോ? അവൻ ചോദിച്ചു. അവൾ വെറുതെ ഒന്ന് മൂളി. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അവൻ ചോദിച്ചതും അതിനവൾ മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. എപ്പോഴാ ബസ്? അവൻ ചോദിച്ചു. രാവിലെ 8 മണിക്കാണ്, അവൾ പറഞ്ഞു. പിന്നെയും അല്പം സമയം അവിടെ ഒരു മൗനം തളം കെട്ടി നിന്നു. പിന്നെ എന്തൊക്കെയാ വിശേഷം? സുഖമായിരിക്കുന്നോ? അവൻ തന്നെയാണ് അതും ചോദിച്ചത്. അതു കേട്ടതും അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ പതിയെ അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഏട്ടൻ ഇനി തിരിച്ച് നാട്ടിലേക്കില്ലേ? അവൾ അവനോട് ചോദിച്ചു. അവിടേക്ക് ഇനി ഞാൻ എന്തിനു വരണം? അല്ലെങ്കിലും അവിടെ എനിക്ക് ആരാണുള്ളത്? തൽക്കാലം എന്നല്ല, ഇനി ഒരിക്കലും ആ നാട്ടിലേക്ക് വരേണ്ടി വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വിഷ്ണു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടെ ഒരു ജോലി റെഡിയായിട്ടുണ്ട്. തൽക്കാലം ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസം. ഇവിടുന്ന് മാറാൻ മുത്തശ്ശിയും അഭിയുടെ അച്ഛനും ആരും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി. എന്തായാലും ഇവിടുന്ന് പോകേണ്ടി വന്നാലും ആ വീട്ടിലേക്കോ ആ നശിച്ച നാട്ടിലേക്കോ ഇനിയില്ല. ആ അവസാന വാചകം പറഞ്ഞവൻ നിർത്തുമ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഏട്ടൻ്റെ ഭാഗ്യം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് ഏട്ടന് എവിടെ വേണമെങ്കിലും താമസിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആലോചിക്കുമ്പോൾ കൊതി തോന്നുക. പക്ഷേ ആഗ്രഹിക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ. അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. അവൾ അത് പറഞ്ഞു നിർത്തിയതും അവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ കൺകോണിൽ എവിടെയോ ഒരു നനവുള്ളതുപോലെ അവന് തോന്നി. എന്താടോ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നം? അവൻ ചോദിച്ചതും അവളൊന്ന് പതിയെ പുഞ്ചിരിച്ചു. പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം വിഷ്ണുവേട്ടൻ്റെ അനിയനാ, അഖിൽ. അവൾ അത് പറഞ്ഞതും വിഷ്ണുവിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവനോ? അവനെന്ത് ചെയ്തു? അവൻ നിന്നെ ഉപദ്രവിച്ചോ? വിഷ്ണു വല്ലാത്തൊരു ഭാവത്തോടെ അവളോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. നിന്നോടാ ചോദിച്ചത് ശ്രീ, പറ, അവൻ എന്താ ചെയ്തേ? വിഷ്ണു അവളോട് ചോദിച്ചു. അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ കാണുമ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു മനപ്രയാസം തോന്നിയിരുന്നു. അഖിലിൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ എന്തും പ്രതീക്ഷിക്കാം. വിഷ്ണുവിന് അഖിലിനോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അപ്പോൾ. അവൾ മെല്ലെ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ്. അവൾ പറയാൻ പോകുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നെന്ന വണ്ണം അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അവൾ വേഗം അവനിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്തുകൊണ്ട് ദൂരെ ഇരുട്ടിലേക്ക് നോക്കി. നേർത്ത നിലാവുണ്ടെങ്കിലും ഇരുട്ട് അതിൻ്റെ പേടിപ്പെടുത്തുന്ന മനോഹരത്വത്തിൽ നിറഞ്ഞു നിൽപ്പാണ്. പ്രശ്നമെന്ന് പറയുമ്പോൾ അഖിലേട്ടനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഇത് അത്ര വലിയ പ്രശ്നമാണോന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം.
പക്ഷേ എൻ്റെ ജീവിതം തന്നെ തകർത്തു കളയാൻ പറ്റിയ വലിയൊരു പ്രശ്നമാണ്. മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും വിഷ്ണുവേട്ടന് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവനൊന്നും വ്യക്തമായി മനസ്സിലായില്ല. അവൻ അവളെ തന്നെ നോക്കി നിന്നു. എൻ്റെയും അഖിലേട്ടൻ്റെയും കല്യാണം. അഖിലേട്ടൻ എന്നെ വിവാഹം ചെയ്യണം പോലും. അത് പറയുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ഞെട്ടൽ കാണാനും അവൾക്ക് സാധിച്ചില്ല. എന്താ നീ പറഞ്ഞേ? കല്യാണമോ? അതും അവൻ്റെ കൂടെയോ? അതവൻ്റെ വെറും ആഗ്രഹം മാത്രമായിരിക്കും. അവൻ കെട്ടണമെന്ന് പറയുമ്പോഴേക്കും നിന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കാര്യത്തിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ? വിഷ്ണു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് എൻ്റെ വീട്ടുകാർക്കാണ് ഈ കല്യാണം നടത്താൻ അവരെക്കാളും തിടുക്കം. അവർ ഈ കല്യാണം നടത്തുമെന്നാ പറയുന്നേ. അവൾ അത് പറഞ്ഞപ്പോൾ വിഷ്ണു ശരിക്കും ഞെട്ടിയിരുന്നു. അവൻ്റെ നെറ്റിയിൽ സംശയത്തിൻ്റെ ചുളിവുകൾ വീണു. എടോ, താൻ എന്താ ഈ പറയുന്നേ? അവർക്ക് അറിയാത്തതാണോ അഖിലിനെ? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിഷ്ണു അവളോട് ചോദിച്ചു. അതിനവൾ വേദന കലർന്നൊരു പുഞ്ചിരി അവന് തിരികെ നൽകി. ശരിക്കും എന്താടോ സംഭവിച്ചത്? അവരെന്താ ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം? വിഷ്ണു അവളോട് ചോദിച്ചു. അവനോട് എല്ലാം എങ്ങനെ തുറന്നു പറയുമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. താൻ പറയുന്നത് അവന് മനസ്സിലാകുമോ, അവൻ തന്നെ വിശ്വസിക്കുമോ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത മനപ്രയാസം തോന്നിയിരുന്നു. എന്താടോ കാരണം? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ താൻ പറഞ്ഞാൽ മതി. ഞാൻ തന്നെ നിർബന്ധിക്കില്ല. തന്നോട് പറയാൻ അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയതുകൊണ്ടാണ് അവൻ അവളോട് അങ്ങനെ പറഞ്ഞത്. ഏയ്, അങ്ങനെ ഏട്ടനോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ എന്നെ വിശ്വസിക്കുമോ എന്നറിയാത്തതുകൊണ്ടാണ്. അവൾ അവനോട് പറഞ്ഞു. നീ ഈ പറഞ്ഞ അഖിൽ, അവനെ എനിക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ലെന്ന് നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്താണേലും ധൈര്യമായി പറഞ്ഞോ. അവൻ അവളോട് പറഞ്ഞതും അവളൊന്ന് നെടുവീർപ്പിട്ടു. ശേഷം ആഞ്ഞു വലിച്ചൊന്ന് ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. അവൾ പറയുന്നത് കേൾക്കാനുള്ള വെപ്രാളം അവൻ്റെ മുഖത്തും നിറഞ്ഞു നിന്നിരുന്നു. മകളുടെ മുറിയിൽ നിന്നും രാത്രിയിൽ ആണൊരുത്തനെ, അതും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പിടിച്ചാൽ പഴഞ്ചൻ രീതിയിൽ ചിന്തിക്കുന്ന മാതാപിതാക്കൾ എന്താ ചെയ്യുന്നേ? മകളെ പിടിച്ച് അവൻ്റെ കയ്യിലേക്കങ്ങ് വെച്ചു കൊടുക്കും. അവിടെ അവൻ എങ്ങനെയുള്ളവനാണെന്നോ എന്താണെന്നോ ഒന്നും ചിന്തിക്കില്ല. അതിനേക്കാളും തൻ്റെ മകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലുമുള്ള മനസ്സുണ്ടാവില്ല. അവൾ പറയുമ്പോൾ വിഷ്ണു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതവൻ്റെ മുഖത്തും പ്രകടമായിരുന്നു. കാര്യമായിട്ടെന്തോ സംഭവിക്കാതെ അവളുടെ വീട്ടുകാർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കില്ലെന്ന് അവന് തോന്നിയിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു കാര്യം അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വല്ല പൈസയോ മറ്റോ കാണിച്ച് അവരെ ഭ്രമിപ്പിച്ചതാവുമെന്നേ അവൻ കരുതിയിരുന്നുള്ളൂ. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവൻ എങ്ങനെ നിന്റെ മുറിയിലെത്തി? വിഷ്ണു അവളോട് ചോദിച്ചു. അതാ എനിക്കും അറിയാത്തത്. കിടക്കാനുള്ള സമയമായപ്പോൾ മുറിയിലേക്ക് വന്നതായിരുന്നു ഞാൻ. അവൾ അന്നത്തെ രാത്രി വല്ലായ്മയോടെ മെല്ലെ ഓർത്തെടുത്തു. സമയം രാത്രി 10 മണിയായിട്ടുണ്ട്. അത്താഴമെല്ലാം കഴിഞ്ഞ് ഹാളിൽ ചാർജിലിട്ടിരുന്ന ഫോണുമെടുത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും ഹാളിൽ ടിവിയും കണ്ടിരിപ്പുണ്ട്. അവൾ മുറിയിലേക്ക് വന്നതും കയ്യിലെ ഫോൺ ബെഡിലേക്ക് വെച്ചു. ശേഷം കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്ന് മുടിയെല്ലാം കൂടി എടുത്ത് വാരിക്കെട്ടി നെറുകിൽ കെട്ടിവെച്ചു. പിന്നെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. പിന്നെ ഗാലറിയിൽ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോസ് അടങ്ങിയ ആൽബം ഓപ്പൺ ചെയ്തു. അതിൽ നിറയെ ഒരുവന്റെ ഫോട്ടോയാണ്. എപ്പോഴോ താൻ അറിയാതെ തന്നെ തൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയവന്റെ ചിത്രങ്ങൾ. അവൻ്റെ വാട്സാപ്പ് പ്രൊഫൈൽ ചിത്രങ്ങളും സ്റ്റാറ്റസുകളും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങി പലതിലും അവൻ പണ്ട് അപ്ലോഡ് ചെയ്ത എല്ലാ ഫോട്ടോസും അവൾ അതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഫോട്ടോയിലൂടെയും വിരലോടിച്ചുകൊണ്ട് അവസാനം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ആ ചിത്രത്തിൽ വന്ന അവളുടെ വിരലുകൾ നിന്നു. ഒരു കറുപ്പ് ഷർട്ടും വെള്ള മുണ്ടുമാണ് വേഷം. അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് എടുത്തതാണ് ആ ഫോട്ടോ. വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ ഫോട്ടോയ്ക്ക്. അതിലെ അവൻ്റെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു നിഷ്കളങ്കതയാണ്. അതു കാണുമ്പോൾ ആർക്കും അവനോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നിപ്പോകും. ഇന്നും അതെ, ആ നിഷ്കളങ്കതയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് അവൻ്റെ വീട്ടിലെന്തോ കാര്യമായ പ്രശ്നം നടന്ന ദിവസമായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വരെ അവനോട് പറഞ്ഞ ദിവസം.
അന്ന് അവൻ കരഞ്ഞുകൊണ്ട് ആ ഷർട്ടിൽ മുഖം തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് വൈകിട്ട് അവൻ പിറകുവശത്ത് ചാഞ്ഞ മാവിൻകൊമ്പിൽ ഇരിക്കുമ്പോൾ അവൻ അറിയാതെ താൻ എടുത്തതാണ് ആ ഫോട്ടോ. ഇപ്പോഴും ആ ചിത്രത്തിലെ ആ മുഖം കാണുമ്പോൾ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നും. ഒത്തിരി സ്നേഹം കൊണ്ട് അവനെ പൊതിഞ്ഞു പിടിക്കാൻ തോന്നും. അവൻ്റെ എല്ലാമായി മാറാൻ തോന്നും. അത്രയേറെ ഇഷ്ടമാണ് ആ ചിത്രത്തിനോടും അതിലെ ആളോടും. അതിലവൻ്റെ മുഖത്തിലൂടെ അവളുടെ വിരലുകളും കണ്ണുകളും ഒരുപോലെ അലഞ്ഞു നടന്നു. അപ്പോഴൊക്കെയും അവനോടുള്ള പ്രണയത്താൽ അവളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് പൊട്ടിപ്പോകുമെന്ന പോലെ അവൾക്ക് തോന്നി. തുറന്നു പറയാത്ത പ്രണയത്തിന് വേദനയുടെ രുചിയാണ് കൂടുതലുമുള്ളതെന്ന് അവൾക്ക് തോന്നി. പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുകൾ മെല്ലെ വിതുമ്പി തുടങ്ങി. കണ്ണിൽ നിന്നും കണ്ണീരൊലിച്ചിറങ്ങി. അവ അവളുടെ ചെവിത്തട്ടിന് പിറകിൽ വന്ന് മുടികളെ നനച്ചുകൊണ്ടിരുന്നു. ഫോൺ പതിയെ മാറ്റി വെച്ചുകൊണ്ട് അവൾ പതിയെ ജനലിനോരം ചെന്നു നിന്നു. ഒരു വേലിക്കപ്പുറം വെളിച്ചം തെളിയാത്ത ആ മുറിയിലേക്ക് അവൾ അല്പനേരം നോക്കി നിന്നു. പിന്നെ പതിയെ വന്ന് കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു. ഒന്ന് കണ്ണടഞ്ഞു വന്ന സമയത്താണ് വാതിലിൽ തുടരെയുള്ള തട്ട് കേൾക്കുന്നത്. അവളൊരു നിമിഷം ഒന്ന് പേടിച്ചു. ദൈവമേ, അമ്മയ്ക്കും അച്ഛനും ആർക്കേലും എന്തെങ്കിലും പറ്റിയോ? അവളുടെ മനസ്സിലേക്ക് അതായിരുന്നു ആദ്യം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയിരുന്നു ആ സമയം. അമ്മയ്ക്കും അച്ഛനും അവൾ ഒറ്റ മോളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചിട്ടയിലും ക്രമത്തിലുമായിരുന്നു അവരവളെ വളർത്തിയത്. ആ നിയന്ത്രണങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അവൾ വല്ലാതെ ശ്വാസം മുട്ടിയിരുന്നു. എങ്കിലും അവൾക്ക് അവർ ജീവനായിരുന്നു. കാരണം അവൾക്കറിയാമായിരുന്നു അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതവും ലോകവുമെല്ലാം അവളെ ചുറ്റിപ്പറ്റിയാണെന്ന്. അവൾ വേഗം ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അമ്മയെയും അച്ഛനെയുമാണ്. എന്താ അമ്മേ, എന്തു പറ്റി? അവൾ അമ്മയ്ക്കരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് അവളോട് എന്തു പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു. മകളോട് സ്നേഹമാണ്, വാത്സല്യമാണ്. അതിനേക്കാളുപരി അവളെ അവർക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്നതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അവരവളെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. എന്താ അച്ഛാ, എന്താ പറ്റിയത്? അവൾ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് മറ്റവനെ അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടോ എന്നങ്ങോട്ട് ചോദിക്ക് രാഘവേട്ടാ. അയാൾ പറഞ്ഞു തുടങ്ങുന്നതിനു മുൻപേ പിറകിൽ നിന്നും ആരുടെയോ ശബ്ദം ഉയർന്നിരുന്നു. അവൾ അച്ഛന് കുറച്ച് പിറകിലായി നിൽക്കുന്ന അത് പറഞ്ഞ അയാളെ ഒന്ന് നോക്കി. നാട്ടിലെ വേണ്ടതും വേണ്ടാത്തതുമായ ഏത് കാര്യത്തിലും മുൻപിൽ കയറി അഭിപ്രായം പറഞ്ഞ് കാര്യങ്ങൾ വഷളാക്കുന്ന രാമേട്ടനായിരുന്നു അത്. അയാൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവളൊരു നിമിഷം ഞെട്ടി നിന്നുപോയി. ആളോ? ഏതാള്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അച്ഛനോട് ചേർന്നു നിന്ന് കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ഓ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അയാൾ വീണ്ടും പറഞ്ഞു. മതി, നിർത്ത്. എൻ്റെ മോള് പറഞ്ഞല്ലോ അവൾക്കൊന്നും അറിയില്ലെന്ന്. പിന്നെന്താ? അവളുടെ അച്ഛൻ രാമേട്ടനോട് പറഞ്ഞു. അപ്പോഴേക്കും ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് കുറച്ചധികം പേർ ആ വീട്ടുമുറ്റത്ത് തടിച്ചു കൂടിയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതിൻ്റെ അകത്ത് ആളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഒന്നങ്ങ് കയറി നോക്കിയാലെന്താ? ഇനി നിങ്ങൾക്ക് വയ്യൽ ഞാൻ തന്നെ അങ്ങ് കയറി നോക്കിക്കോളാം. അയാൾ അത് പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഇടിച്ചു കയറി. വാങ്ങിയ പൈസക്ക് കൂറ് കാട്ടാതിരിക്കാൻ അയാൾക്ക് ആവില്ലല്ലോ. അത് മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം. അവിടെ ആ ദിവസം അവളെ അത്രമേൽ തകർക്കുമ്പോൾ അവളുടെ ഫോണിൽ അവളുടെ പ്രണയം ആരും അറിയാതെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. വിഷ്ണു അവളെ തന്നെ കേട്ടിരുന്നു. അയാൾ തന്നെ മുറിയിൽ കയറി കട്ടിലിൻ്റെ അടിയിൽ നിന്നും അവനെ പൊക്കി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വിളിച്ചിട്ടാണ് അവൻ വന്നതെന്നും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുമൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലെന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും എനിക്ക് അഖിലേട്ടനെ ഇഷ്ടമല്ലെന്നുമൊക്കെ ഞാൻ കരഞ്ഞു പറഞ്ഞു നോക്കി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് കാലുപിടിച്ച് പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനും എന്നെ വിശ്വസിച്ചു. അതെനിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായില്ലെന്ന് മാത്രം. നാട്ടുകാർ ആരൊക്കെയോ പലതും പറഞ്ഞു കൊടുത്ത് അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് മാറ്റി. നാട്ടുകാരുടെ മുൻപിൽ വെച്ച് മുറിയിൽ നിന്നും ഒരുത്തനെ കയ്യോടെ പിടിച്ചതുകൊണ്ട് ഇനി എനിക്ക് നല്ല ബന്ധമൊന്നും കിട്ടില്ലെന്നും എത്രയായാലും വീടിന് തൊട്ടടുത്തല്ലേ, നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചു. എല്ലാത്തിനും മുൻപിൽ അയാൾ തന്നെയായിരുന്നു ആ രാമേട്ടൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ ചതി ചെയ്തതെന്ന്. അങ്ങനെ അയാൾ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു കാലത്തും നന്നാവില്ല. അവളൊരു കിതപ്പോടെ പറഞ്ഞു നിർത്തി.
ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്ന എൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും പറയുന്നേ. ആ ചതിയൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഒരു ജീവിതം മൊത്തം ജീവിച്ചു തീർക്കുമെന്ന് ആർക്കും ഒരു ചിന്തയുമില്ല, എൻ്റെ അമ്മയ്ക്കും അച്ഛനും അടക്കം. അവൾ ദൂരേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? വിഷ്ണു ചോദിച്ചു. ഏട്ടൻ വീട്ടിൽ നിന്നും പോയില്ലേ അതിൻ്റെ പിറ്റേന്ന്, അവൾ പറഞ്ഞു. എന്നിട്ട് നീ എന്താ തീരുമാനിച്ചേ? ആ ദുഷ്ടനെ കെട്ടി ഈ ജീവിതം നശിപ്പിക്കാനാണോ? വിഷ്ണു അവളോട് വീണ്ടും ചോദിച്ചു. അതിനവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് വാശിയിൽ നിറഞ്ഞൊഴുകിയ കണ്ണീർ അമർത്തി തുടച്ചു. അതിലും ഭേദം ഞാൻ മരിക്കുന്നതല്ലേ. അവൻ്റെ കൂടെ മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ശരിക്കും അങ്ങ് ചാവുന്നത് തന്നെയല്ലേ. അവൾ വല്ലാത്തൊരു ഭാവത്തോടെ പറയുമ്പോൾ വിഷ്ണുവിന് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. എടോ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്ര തന്നെ. അത് അവിടെ തീർന്നു. അവൻ അത് പറഞ്ഞതും അവളൊന്ന് അവനെ നോക്കി. ഏട്ടൻ എന്താ കരുതിയത്? അവനെ പേടിച്ച് ഞാൻ അങ്ങ് ചത്തു കളയുമെന്നോ? അതെന്തായാലും ഒരിക്കലും ഉണ്ടാവില്ല. അവൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനു മരിക്കണം? മാത്രമല്ല, എനിക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. അത് പറയുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ഭാവം എന്തെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നേരം ഒരുപാടായി, നാളെ നേരത്തെ എണീക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. തിരിഞ്ഞു നടന്ന അവൾ ഒരു നിമിഷം ഒന്നവനെ തിരിഞ്ഞു നോക്കി. അന്നത്തെ ദിവസം നടന്ന മുഴുവൻ കാര്യവും അവൾ അവനോട് പറഞ്ഞിരുന്നില്ല, പ്രത്യേകിച്ചും അവളുടെ തുറന്നു പറയാത്ത ജീവന്റെ വിലയുള്ള ഇഷ്ടത്തെപ്പറ്റി. ആ ജീവനാണ് തൻ്റെ മുൻപിൽ ഇത്രയും നേരം നിറഞ്ഞു നിന്നതെന്ന്. അത്രമേൽ അരികത്തുണ്ടായിട്ടും ഇത്രയേറെ ഹൃദയം മുറിപ്പെടുമ്പോഴും ഒന്ന് ആ നെഞ്ചോട് ചേർന്ന് നിന്ന് തൻ്റെ വേദനകൾ കരഞ്ഞൊഴുക്കാൻ സാധിക്കാൻ പറ്റാത്ത അവളെ ഓർത്ത് അവൾക്ക് തന്നെ അവളോട് പുച്ഛവും സങ്കടവും എല്ലാം തോന്നി. എങ്കിലും വേണ്ട, ഇതിനോടകം ഒരുപാട് വേദനകൾ സഹിച്ചതാണ് അവൻ. ഇവിടെ വന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സമാധാനമുണ്ട്. അതിനിയും ആ നശിച്ച നാട്ടിലേക്കോ ആ മനുഷ്യർക്കിടയിലേക്കോ കടന്നു വന്ന് ഇല്ലാതാവരുതെന്ന് അവൾക്ക് തോന്നി. അതുതന്നെയല്ലേ അവൻ ആഗ്രഹിക്കുന്നതും. അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണീരൊലിച്ചിറങ്ങി.